Good evening all. Officers Association പാലക്കാട് CDP കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ വെബിനാർ ആണ്. ഇന്നത്തെ നമ്മുടെ വിഷയം HTABCയുടെ ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ട്രാൻസ്മിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയ ട്രാൻസ്മിഷൻ പാലക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയ കൃഷ്ണകുമാർ സാറാണ്. സാറിനെ സപ്പോർട്ട് ചെയ്യുന്നത് ദീപക്. ക്ലാസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി ക്ഷണിച്ചുകൊള്ളുന്നു. സാർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഓഫീസേഴ്സ് അസോസിയേഷന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രണ്ടാമത്തെ ഒരു വെബിനാർ ഇവിടെ നടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ABC കൺസ്ട്രക്ഷൻ ഓഫ് ABC എന്ന് പറയുന്നത് നമുക്ക് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു പുതിയ പ്രവൃത്തിയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ വളരെ അഭിമാനകരമായ ദ്യുതി പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ HT ആൻഡ് LT ഹലോ കേൾക്കാവല്ലോ അല്ലേ? ഹലോ കേൾക്കാവല്ലോ? ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ദ്യുതിയുടെ ഭാഗമായി നമ്മൾ അങ്ങോളം ഇങ്ങോളം HT ആൻഡ് LT ABC കൺസ്ട്രക്ഷൻ നടന്നു വരികയാണ്. കേരളത്തിൽ മൊത്തം നമ്മുടെ ദ്യുതി പ്രോഗ്രാം അനുസരിച്ച് ഉദ്ദേശം 928 കിലോമീറ്റർ നമ്മൾ HT ABC കൺസ്ട്രക്ട് ചെയ്യാനും അതുപോലെ തന്നെ നിലവിലുള്ള പുതിയ ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ 928 കിലോമീറ്ററോളം, അതേപോലെ നിലവിലുള്ള ഓവർഹെഡ് ലൈൻ മാറ്റി ABC ആക്കാൻ ഏകദേശം 1992 കിലോമീറ്ററോളം തന്നെ നമ്മൾ ദ്യുതിയിൽ അംഗീകാരം മേടിച്ചതാണ്. ഇതിന് ഉദ്ദേശം നമുക്കൊരു 400 ചില്ലാനും കോടി രൂപ നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുതിയ HT ABCയുടെ ഈ പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ HT ഉണ്ട് LT ഉണ്ടെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് HT ABCയുടെ കൺസ്ട്രക്ഷൻ, ഡിസൈൻ ആൻഡ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യമായിട്ട് നമ്മൾ ഈ രംഗത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഗൗരവമായിട്ട് നമുക്ക് ഒന്ന് സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ വെബിനാർ നടത്തിയപ്പോൾ തന്നെ ചില ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ഒരു ആശയം, അതായത് ABCയുടെ കൺസ്ട്രക്ഷനെ സംബന്ധിച്ചും അതിൻ്റെ എർത്തിങ് മുതലായ മറ്റു വിഷയങ്ങളെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് ഈ ABCയുടെ കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് ഒരു വെബിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ഇവിടെ നമ്മുടെ ഈ ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്, നമ്മുടെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ട്രാൻസ്മിഷന്റെ സബ്സ്റ്റേഷൻ സബ് ഡിവിഷൻ പാലക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൃഷ്ണകുമാർ അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നമ്മളേവർക്കും വേണ്ടിയും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു, കൃഷ്ണകുമാർ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ട്രാൻസ്മിഷൻ കൺസ്ട്രക്ഷൻ സെക്ഷൻ കഞ്ചിക്കോട് AE ആയിട്ടുള്ള ശ്രീ ദീപക് അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ഇതിലെ ക്ലാസ്സിലേക്ക് ഹാർദവമായിട്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്ത പ്രകാരം ശ്രീ നാഗരാജൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PMU ഇതോടൊപ്പം ക്ലാസ് എടുക്കുന്നതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില വ്യക്തിപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ശ്രീ കൃഷ്ണകുമാർ ആൻഡ് ദീപക്കാണ് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്.
തീർച്ചയായിട്ടും നമ്മുടെ ഫീൽഡിലുള്ള എമാർക്കും പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർക്കും അതുപോലെ സബ് എഞ്ചിനീയർ ടു പ്രൊമോഷനായി വന്നിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ തന്നെ ഈ ക്ലാസ് വളരെയധികം ഗുണം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ ദ്യുതി പ്രോജക്റ്റിന് വളരെ നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാക്കാനും ഈ ക്ലാസ് ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ശ്രീ കൃഷ്ണകുമാറിനെ ഞാൻ ഈ ക്ലാസ് കൈകാര്യം ചെയ്യാനായിട്ട് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. രേഖ. കൃഷ്ണകുമാർ സാറിനെ നമ്മുടെ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചു. തുടങ്ങാം സാറേ, തുടങ്ങാം. മാഡം ആ ഷെയർ സ്ക്രീൻ ഒന്ന് എനേബിൾ ചെയ്യണം മാഡം. അത് അഡ്മിൻ ആണ്. അഡ്മിൻ ജഗദീഷ് സാറാണ് കയറിയിരുന്നേ. സാറ് തന്നെ കോ ഹോസ്റ്റ് ആക്കിയപ്പോഴത്തേക്ക് സാറേ സ്ലൈഡ് തുടങ്ങാം. ഒരു മിനിറ്റ് സാറൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ സാറേ. ഹലോ. കൃഷ്ണകുമാർ സ്റ്റാർട്ട് ചെയ്തോളൂ. ഹലോ. കൃഷ്ണകുമാർ സ്റ്റാർട്ട് ചെയ്തോളൂ. ദീപക് ഷെയർ ചെയ്യാലോ. ദീപക്. എനിക്ക് ഇവിടെ ഹോസ്റ്റ് ഡിസേബിൾഡ് പാർട്ടിസിപ്പന്റ് സ്ക്രീൻ ഷെയറിംഗ് ആണ് കാണിക്കുന്നത്. അല്ല, ഇപ്പം ചെയ്തിട്ടുണ്ടല്ലോ. രാംപ്രകാശ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? അങ്ങനെ തന്നെയാണ് മാഡം കാണിക്കുന്നത്. ഇപ്പൊ ദീപകിനെ ഞാൻ ഹോസ്റ്റ് ആക്കട്ടെ? ദീപകിനെ ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. എപ്പൊ നോക്കിയേ, അതിൽ കേറുമ്പോ ഒന്ന് അഡ്മിറ്റ് ചെയ്താൽ മതി. ദീപക്. ഹലോ. ലേഖ, എന്ത് പറ്റി? ലേഖ, എന്ത് പറ്റി?
കൃഷ്ണകുമാർ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എവിടുന്ന ഹലോ കൃഷ്ണകുമാർ പറഞ്ഞോളൂ. ഇത് സ്ക്രീൻ വന്നല്ലോ അല്ലേ? വന്നു കാണുന്നുണ്ട്. ഇവിടുന്ന് ചെയ്തത് എനിക്ക് ദീപക്കിന് എന്തോ പ്രശ്നം വന്നു തോന്നുന്നു. സ്ക്രീൻ ഷെയർ ഇപ്പം സ്ക്രീൻ ഉണ്ട്. അല്ല ഇപ്പൊ വന്നില്ല അല്ലേ? സ്ക്രീൻ ഉണ്ട്. തുടങ്ങിക്കോളൂ. ഓക്കെ എന്നാ ഒരു കാര്യം ഞാൻ ഇവിടുന്ന് ചെയ്യാം കേട്ടോ. ഇവിടുന്ന് ചെയ്യാം. ഇവിടുന്ന് ആവുന്നുണ്ട് ചെയ്യാം. പിന്നെ ആയിട്ടുണ്ട് സാറേ. കൃഷ്ണകുമാർ സാറേ ആയിട്ടുണ്ട്. ആയിട്ടുണ്ട്. ABC എന്നുള്ള പേര് സൂചിപ്പിക്കുന്നത് പോലെ പവർ കേബിൾ ബെയർ മെസ്സഞ്ചർ ആവാം, അല്ലെങ്കിൽ PVC ഇൻസുലേറ്റഡ് മെസ്സഞ്ചർ ആവാം. അത് സ്ട്രെയിറ്റ് ആയിട്ട് സൗണ്ട് ഒന്ന് കട്ടാവുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, പക്ഷെ സൗണ്ട് ചെറുതായിട്ടൊന്ന് കട്ടാവുന്നുണ്ട്. അല്ല, ക്ലിയർ ആണ്. ഓക്കെ അതായത് ഇൻസുലേറ്റഡ് പവർ കേബിൾസ് ട്വിസ്റ്റഡ് അറൗണ്ട് ബെയർ മെസ്സഞ്ചർ ആവാം, അല്ലെങ്കിൽ PVC ഇൻസുലേറ്റഡ് മെസ്സഞ്ചർ ആവാം. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ പോൾസിൽ കൂടെ വലിച്ചുകൊണ്ട് പോകാം. അതാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ ഏരിയൽ ബഞ്ചിൽ കേബിള് മീൻസ് അതിന്റെ വേർഡിന്റെ എക്സ്പാൻഷൻ അങ്ങനെയാണ്. ഒരു ഓക്കെ നെക്സ്റ്റ് ABC കേബിൾ സാധാരണ നമ്മൾ യൂസ് എൻ്റെ ആവശ്യങ്ങൾ വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ടൗൺ സിറ്റീസിലൊക്കെ നമ്മുടെ ലൈനിന്റെ നമ്പേഴ്സ് ഓഫ് ലൈനും അതിന്റെ ഡെൻസിറ്റി എല്ലാം കൂടി വരുന്നതുകൊണ്ട് ഒരു പോളിൽ തന്നെയുള്ള അപ്പൊ നമ്മൾ സാധാരണ OHV കണ്ടക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു പോളിൽ കൂടെ വലിക്കാനായിട്ട് മാക്സിമം 2 കണ്ടക്ടറേ പറ്റത്തുള്ളൂ. അത് തന്നെ 2 കണ്ടക്ടർ ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഒരു സർക്യൂട്ടിൽ 2 സർക്യൂട്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരു സർക്യൂട്ടിൽ പെർമിറ്റ് എടുക്കണമെങ്കിൽ മറ്റതും കൂടെ ഓഫ് ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുപോലെ ഈ യൂട്ടിലിറ്റിയുടെ കൺജഷൻ ഉള്ള സ്ഥലത്താണ് ഇത് കൂടുതലായിട്ടും പ്രയോജനം കിട്ടുന്നത്. ABC-യുടെ കോസ്റ്റ് വൈസ് ആണെങ്കിലും അതിന്റെ പ്രയോജനം കിട്ടുന്നത് ഈ കൺജഷൻ ഓഫ് യൂട്ടിലിറ്റീസ്, അതായത് ടൗൺ ഏരിയാസിലേക്കാണ് കൂടുതൽ വരുന്നത്. പിന്നെ നമ്മുടെ HDD UG കേബിൾ ചെയ്യുന്നത് സാധാരണ ഹൊറിസോണ്ടൽ ഡയറക്ട് ഡ്രില്ലിംഗ് മെത്തേഡ് വെച്ചിട്ടാണ്. അത് പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ടാവും, എസ്പെഷ്യലി ടൗണിലൊക്കെ ഓൾറെഡി അണ്ടർഗ്രൗണ്ട് കേബിൾസ് ഒക്കെ ഉണ്ടാവും. ടെലിഫോൺസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് യൂട്ടിലിറ്റീസിന്റെ കേബിൾസ് ഒക്കെ ഉള്ള സ്ഥലത്തും ഇത് വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പം അവിടെയും ഇതൊക്കെ വളരെ ABC-ക്ക് വളരെ അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ അതുപോലെ ഈ അണ്ടർഗ്രൗണ്ട് ഇത് മെറ്റാലിക് ഷീറ്റ് ഉണ്ട്. ABC-യിലൊരു അഡ്വാൻറ്റേജ് സാധാരണ കവേർഡ് കണ്ടക്ടറും ഇത് സെയിം പർപ്പസിനാണ് യൂസ് ചെയ്യാമെങ്കിലും കവേർഡ് കണ്ടക്ടറും ABC-യും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ABC-ക്ക് ഒരു മെറ്റാലിക് ഷീത്ത് ഉണ്ട്. ആ മെറ്റാലിക് ഷീത്ത് തന്നെയാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജും ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജും മെറ്റാലിക് ഷീത്ത് തന്നെയാണ്. അപ്പോൾ ഈ മെറ്റാലിക് ഷീത്ത് ഉള്ളത് കൊണ്ട് വെളിയിലേക്കുള്ള, അതായത് ഔട്ടർ ഷീറ്റിലേക്കുള്ള അവിടെ മറ്റേ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യില്ല. അതേസമയം കവേർഡ് കണ്ടക്ടർ ആണെങ്കിൽ ഈ മെറ്റാലിക് ഷീറ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ടർ ഷീറ്റില് സപ്ലൈ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ കവേർഡ് കണ്ടക്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ക്ലിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതേസമയം ABC-യുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ മെറ്റാലിക് ഷീറ്റ് ഉള്ളത് കൊണ്ട് വേറെ വെളിയിൽ, അതായത് ഔട്ടർ ഷീറ്റില് ഗ്രീൻ സാലഡ് ഒന്ന് കട്ട് ചെയ്യാൻ ഓടിവാ, കഴിക്കാനോ പറ്റില്ല. ഔട്ടർ ഷീറ്റിനകത്ത് വോൾട്ടേജ് വരാത്തതുകൊണ്ട് അത് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ക്ലിയറൻസ്, ഫോർ എക്സാമ്പിൾ നമുക്കൊരു വലിച്ചുകൊണ്ട് പോവാണെങ്കിൽ ആ അടുത്ത സർക്യൂട്ട് ഇപ്പൊ ABC തന്നെ ആണെങ്കിൽ
സ്റ്റാറ്റ്യൂട്ടറി ക്ലിയറൻസ് നമുക്ക് ബാധകമല്ല. അതേപോലെ ബിൽഡിംഗ് അങ്ങനെയുള്ള മറ്റുള്ള സ്ട്രക്ചേഴ്സിലേക്കുള്ള സ്റ്റാറ്റ്യൂട്ടറി ക്ലിയറൻസ് വളരെ ബാധകമല്ല. ഓൺലി വർക്കിംഗ് ക്ലിയറൻസ് മാത്രം മതിയാവും. പിന്നെ ഈ കൂടുതൽ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അത് രണ്ടിനും അഡ്വാൻറ്റേജ് ഉണ്ട്. ABC ആണെങ്കിലും കവേർഡ് കണ്ടക്ടർ ആണെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ട്. മരങ്ങൾ വീഴാൻ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ ഇലകൾ ടച്ചിങ്സ് ഒക്കെ വരുന്ന സ്ഥലത്തൊക്കെ ഈ ABCക്ക് വളരെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതൊക്കെയാണ് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്കുള്ളത്. അടുത്ത ഷീറ്റ് ഇത് കണ്ട അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ABCയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു പോളിൽ കൂടെ തന്നെ ഒരു 3, 4, 5 സർക്യൂട്ട് വരെ കൊണ്ടുപോകാൻ കഴിയും. ഇവിടെ പാലക്കാട് നമ്മൾ അങ്ങനെ ഒരു 4-5 സർക്യൂട്ട് വരെ കൊണ്ടുപോയിട്ടുണ്ട് സെയിം പോളിൽ കൂടെ. അത് എസ്പെഷ്യലി ടൗണിലും ഇതുപോലെ കൺജഷൻ ഉള്ള ഏരിയാസിലൊക്കെ അത് വളരെ അഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു അഡ്വാൻറ്റേജ് ഇതിന്റെ കപ്പാസിറ്റൻസും ഹൈ കപ്പാസിറ്റൻസ് ആണ് ഇതിന്. ഇൻഡക്ടൻസ് ലോ ആണ്. അപ്പോൾ ഇമ്പിഡൻസ് ലൈൻ്റെ ഇമ്പിഡൻസ് ബാക്കിയുള്ള ഇതിനെ കമ്പയർ ചെയ്ത് OH-നെ കമ്പയർ ചെയ്ത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഡ്രോപ്പും കുറവായിരിക്കും. വോൾട്ടേജ് റെഗുലേഷൻസ് കുറെ കൂടെ ബെറ്റർ ആയിരിക്കും. അതായത് UG കേബിളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഹൊറിസോണ്ടൽ ഡയറക്ട് ഡ്രില്ലിംഗ് ഒക്കെ വെച്ചിട്ടായിരിക്കും മിക്കവാറും UG കേബിൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ ടൗണിലൊക്കെ അത് ചെയ്യുമ്പോൾ ഈ ഹൊറിസോണ്ടൽ ഡയറക്ട് ഡ്രില്ലിങ്ങിന് തന്നെ വളരെയധികം കോസ്റ്റ്ലി ആണ്. കാരണം 1 മീറ്ററിന് 2000 അല്ലെങ്കിൽ 3000 റുപ്പീസ് വരും. കൂടാതെ ബാക്കി കേബിളിന്റെ കോസ്റ്റും ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ABC അവിടെ ചീപ്പറായിട്ടും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു മേജർ അഡ്വാൻറ്റേജസ് ഓഫ് ABC എന്ന് പറയുന്നത്. ഇനി അതിന്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു കട്ടവേ സെക്ഷനാണ്. ഇതിനകത്ത് കാണാൻ 3 ഫേസ് ഉണ്ട്. 3 ഫേസിന് ഫേസ് കണ്ടക്ടേഴ്സ് ഉണ്ട്. കണ്ടക്ടേഴ്സ് കവർ ചെയ്തിട്ട് ഒരു സെമി കണ്ടക്ടിങ് കോമ്പൗണ്ട് ഉണ്ട്. സെമി കണ്ടക്ടിങ് കോമ്പൗണ്ടിന്റെ കവർ ചെയ്തിട്ടാണ് XLP ഇൻസുലേഷൻ വരുന്നത്. XLP ഇൻസുലേഷന്റെ അതിന്റെ മുകളിലും ഒരു സെമി കണ്ടക്ടർ ലെയർ ഉണ്ട്. ആ സെമി കണ്ടക്ടർ ലെയറിൽ അതിന്റെ മുകളിലാണ് ഒരു മെറ്റാലിക് ഒരു കോപ്പറിന്റെ ഒരു കോപ്പർ സ്ക്രീൻ കാണാം. ഒരു മെറ്റാലിക് ടേപ്പ് പോലെ കാണാം കോപ്പറിന്റെ. അത് വൈൻഡ് ചെയ്ത് ഇത് കാണാം. ആ കോപ്പർ ടേപ്പ് അതിന്റെ മുകളിലാണ് ഒരു ചില ഡിസൈനിൽ വാട്ടർ സോല്യൂബിൾ ടേപ്പ് ഉണ്ടാവും. ഇല്ലെങ്കിൽ അടുത്ത ഓക്കെ, ഇതാണ് അതിന്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ കാണുന്നത് കണ്ടക്ടേഴ്സ് ആണ്. അലൂമിനിയം കണ്ടക്ടേഴ്സ് ആണ്. അലൂമിനിയം അല്ലെങ്കിൽ കോപ്പർ കണ്ടക്ടേഴ്സ് ആണ്. അതിന്റെ ചുറ്റും ഒരു കണ്ടക്ടർ സ്ക്രീൻ ഉണ്ട്. കണ്ടക്ടർ സ്ക്രീന് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ്. യൂഷ്വലി അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് കണ്ടക്ടർ സ്ക്രീനിന്റെ 0.3 mm ഒക്കെയാണ് 11 kV യൂഷ്വലി ഉള്ള തിക്നെസ്. കണ്ടക്ടർ സ്ക്രീനിന്റെ മുകളിലുള്ളത് XLP ഇൻസുലേഷൻ ആണ്. XLP ഇൻസുലേഷൻ 11 kV ആണെങ്കിൽ 3.6 mm തിക്ക് ഉണ്ടാവും. 33 kV ആണെങ്കിൽ 8.8 mm തിക്നെസ് ആയിരിക്കും അതിന്റെ ടിപ്പിക്കൽ വാല്യൂസ്. ഇൻസുലേഷൻ XLP ഇൻസുലേഷന് മുകളിൽ വീണ്ടും ഒരു സെമി കണ്ടക്ടിങ് ഇൻസുലേഷൻ ഉണ്ട്. അതിന് ഇൻസുലേഷൻ സ്ക്രീൻ എന്ന് പറയുക. അതിൻ്റെയും ടിപ്പിക്കൽ തിക്നെസ് 0.3 mm ഒക്കെയാണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. അതിൻ്റെ മുകളിലാണ് മെറ്റാലിക് ടേപ്പ് വരുന്നത്. മെറ്റാലിക് ടേപ്പിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടൊരു കമ്പോണൻ്റ് ആണ് ABCയുടെ ഡിസൈനിൽ. കാരണം ഈ കേബിളിലൊക്കെ ഫാൾട്ട് ഉണ്ടായാലും ഈ മെറ്റാലിക് ഷീറ്റിൽ കൂടെ ആയിരിക്കും പോർഷൻ ഓഫ് ദ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ മെറ്റാലിക് ഷീറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് ഡിസൈനിന്റെ സ്റ്റേജിലേക്ക് അത് ഞാൻ പറയാം. മെറ്റാലിക് ഷീറ്റിന്റെ ഡിസൈൻ വരുമ്പോൾ അതിന്റെ തിക്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റാലിക് ഷീറ്റ് എന്ന് പറയുന്നത് മെറ്റാലിക് ഷീറ്റിനകത്ത് കാണാൻ കഴിയും. അതിനകത്ത് ടേപ്പ് പോലെ വൈൻഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ടേപ്പിന് മുകളിൽ അടുത്ത ടേപ്പ് വന്നിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഒരു ഫുൾ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് എത്ര ലെങ്ത് ഉണ്ടോ അത്രയും ലെങ്തിൽ ത്രൂ ഔട്ട് വിത്തൗട്ട് എനി ഗ്യാപ്പ് മെറ്റാലിക് ഷീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വൈൻഡ് ചെയ്തിട്ട് ഈ XLP ഇൻസുലേഷന്റെ മുകളിൽ വൈൻഡ് ചെയ്തിട്ട് പോകും.
ഏത് കേബിളിനെ പോലെയും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് ABCയുടെ മെയിൻ കമ്പോണന്റ് ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലീൻ ആണ്. ഈ ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലീൻ ഹലോ ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലീൻ രണ്ട് തരത്തില് അത് മീൻസ് അത് അതിന്റെ പ്രോസസ്സ് രണ്ട് തരം പ്രോസസ്സ് ഉണ്ട്. ഒന്ന് കെമിക്കൽ ക്രോസ് ലിങ്കിങ് ആണ്, ഒന്ന് അടുത്തത് ഫിസിക്കൽ ക്രോസ് ലിങ്കിങ് ആണ്. യൂഷ്വലി ഇപ്പോൾ കെമിക്കൽ ക്രോസ് ലിങ്കിങ് അധികം ചെയ്യാറില്ല. അത് കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ടാണ് ഈ മറ്റേ പോളിമർ മോളിക്കുലർ സ്ട്രക്ചർ പോളിമറിന്റെ ചെയിൻ്റെ ക്രോസ് ലിങ്കിങ്, അതായത് ഡിഫറെന്റ് ചെയിൻസ് ഉള്ള കാർബൺ ചെയിൻസ് അല്ലെങ്കിൽ പോളിമർ ചെയിൻസ് ക്രോസ് ലിങ്ക് ചെയ്യുന്ന കെമിക്കൽ എന്തെങ്കിലും ഡോപ്പിംഗ് ആഡ് ചെയ്തിട്ടുള്ള കെമിക്കൽ പ്രോസസ്സ് ഉണ്ട്. അല്ലാതെ ഇതിന്റെ ഫിസിക്കൽ ക്രോസ് ലിങ്കിങ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇത് ഹൈ ടെമ്പറേച്ചറിലേക്ക് റൈസ് ചെയ്തിട്ട് ഈ നൈട്രജൻ ക്യൂറിങ് ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിലാണ് ഈ ഹൈ ടെമ്പറേച്ചർ, അതായത് ഏകദേശം 120 to 150 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇത് ക്രോസ് ലിങ്ക് ചെയ്യാൻ അതിന്റെ പോളിമേഴ്സ് ക്രോസ് ലിങ്ക് ചെയ്യുന്നത് അത്ര ഹൈ ടെമ്പറേച്ചറിലാണ്. അതിലേക്ക് പിന്നെ ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ജസ്റ്റ് ഇപ്പം ഈ ഒരു GTP ഉണ്ടാക്കാനെങ്കിലും കേബിളിന്റെ GTP ഉണ്ടാക്കുന്നതാണെങ്കിലും അതിന്റെ ഓഫർ കേബിളിന്റെ ഓഫർ നമ്മൾ കൊടുക്കുകയാണെങ്കിലും കുറച്ച് പാരാമീറ്റേഴ്സ് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ മേജർ കാര്യങ്ങളിലേക്ക് നേരത്തെ കാണിച്ച ക്രോസ് സെക്ഷൻ ആണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതിനകത്ത് കണ്ടക്ടർ യൂഷ്വലി ഇറ്റ് വിൽ ബി റൗണ്ട് സ്ട്രാൻഡഡ് കോമ്പാക്ടർ അലൂമിനിയം ആയിരിക്കും. അതിന്റെ IS 813084 ആണ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന അലൂമിനിയം ഗ്രേഡ് IS-നകത്ത് പറയുന്ന ഗ്രേഡ് H2 അല്ലെങ്കിൽ H4 ഗ്രേഡ് അലൂമിനിയം ആണ്. H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അലൂമിനിയത്തിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. H2 ആണെങ്കിൽ ബിറ്റ്വീൻ 100 to 150 ന്യൂട്ടൺ പെർ mm സ്ക്വയറും H4 ആണെങ്കിൽ എബവ് 150 ന്യൂട്ടൺ പെർ mm സ്ക്വയറും ആണ് ഗ്രേഡ്. കാരണം അലൂമിനിയത്തിന്റെ ടെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പർ ആണെങ്കിൽ ഈ ഗ്രേഡ് അല്ല വരിക, ഈ ഗ്രേഡ് ഇതല്ല ഗ്രേഡ്. അലൂമിനിയത്തിന്റെ ടെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് രണ്ട് ഗ്രേഡ് സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സ്ട്രാൻഡുകൾ ഡിഫറെന്റ് സ്ട്രാൻഡുകളാണ്. അതിനകത്ത് ആ സ്ട്രാൻഡിന്റെ എത്ര ജോയിന്റുകൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ACSR കണ്ടക്ടർ തന്നെയാണ്. ACSR കണ്ടക്ടറിനകത്ത് ഡിഫറെന്റ് സ്ട്രാൻഡ് വരുമ്പോൾ അതിനകത്ത് എത്ര ജോയിന്റുകൾ, ഓരോ സ്ട്രാൻഡിൽ എത്ര ജോയിന്റ് വരുന്നു എന്നുള്ളതിനാണ് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ ജോയിന്റുകൾ തമ്മിലുള്ള മിനിമം ഇത്ര ഡിസ്റ്റൻസ് വേണമെന്നുണ്ട്. ഇപ്പോൾ 30 സെന്റിമീറ്റർ ഒക്കെയാണ് ജനറലി പറയുന്നത് IS-നകത്തൊക്കെ. അടുത്തത് ഇനി കണ്ടക്ടറിന്റെ മേളിൽ വരുന്നൊരു സ്ക്രീനാണ് അതായത് കണ്ടക്ടർ സ്ക്രീൻ എന്ന് പറയുന്നതാണ് എക്സ്ട്രൂഡഡ് സെമി കണ്ടക്ടിങ് കോമ്പൗണ്ട്. അതും IS 7098 പാർട്ട് 2 വരുന്നതാണ്. ഈ ABCക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ISO അല്ലെങ്കിൽ IECO ഇല്ല. പക്ഷെ ഇതിന്റെ പല കമ്പോണന്റിനും നമ്മൾ ഫോർ എക്സാമ്പിൾ കണ്ടക്ടർ ആണെങ്കിലും ഇൻസുലേഷൻ ആണെങ്കിലും സെമി കണ്ടക്ടർ ആണെങ്കിലും അതിനൊക്കെ IS ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇതിന്റെ സ്പെക് ഒക്കെ ഉണ്ടാക്കുന്നത്. അത് കണ്ടക്ടർ സ്ക്രീനിങ് സെമി കണ്ടക്ടർ ആണ്. ഈ സെമി കണ്ടക്ടറിന്റെ തിക്നെസ് നേരത്തെ പറഞ്ഞ പോലെ 0.3 to 0.5 mm, 33 kV ആണെങ്കിൽ 0.5 mm, അല്ലെങ്കിൽ മറ്റേ 11 kV ആണെങ്കിൽ 0.3 mm, ആ റേഞ്ചിലായിരിക്കും. സെമി കണ്ടക്ടറിങ് കോമ്പൗണ്ടിന്റെ അതിന്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടക്ടർ കൂടുമ്പോൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് മോൾട്ടൺ ആയിട്ട് അതും കൂടെ സർഫസ് ഏരിയ കൂട്ടും കണ്ടക്ഷന്റെ. കൂടാതെ ഈ അതിന്റെ കണ്ടക്ടർ അതിന്റെ വെളിയിൽ വരുന്ന സ്ട്രെസ്, ഇലക്ട്രിക്കൽ സ്ട്രെസ് സ്മൂത്ത് ചെയ്യും. അതാണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ കണ്ടക്ടർ സ്ക്രീനിന്റെ. ഇനി കണ്ടക്ടർ ഇൻസുലേഷന്റെ പ്രോസസ്സാണ് ട്രിപ്പിൾ എക്സ്ട്രൂഷൻ. അത് XLP വിത്ത് അതിന്റെ സെമി കണ്ടക്ടിങ് ലെയറും കൂടെ ചേർന്നിട്ടുള്ളതിനാണ് ട്രിപ്പിൾ എക്സ്ട്രൂഷൻ. ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്നും കൂടെ, അതായത് കണ്ടക്ടറിന്റെ മുകളിലുള്ള സെമി കണ്ടക്ടർ, അതിന്റെ മുകളിലുള്ള XLPE, അതിന്റെ മുകളിലുള്ള വീണ്ടും സെമി കണ്ടക്ടർ. അപ്പൊ ഈ മൂന്ന് ലെയറുകളും കൂടെ, അതുകൊണ്ടാണ് ട്രിപ്പിൾ എന്ന് പറയുന്നത്. ട്രിപ്പിൾ എക്സ്ട്രൂഷൻ വിത്ത് സിംഗിൾ ഹെഡ് എന്ന് പറയുന്നത് ഈ മൂന്നും അതിന്റെ അടുത്ത പ്രോസസ്സാണ്. ആക്ച്വലി ഈ എക്സ്ട്രൂഷൻ പ്രോസസ് എന്ന് പറയുന്നത് രണ്ട് മെത്തേഡാണ് യൂഷ്വലി ഫോളോ ചെയ്ത് വരുന്നത്.
ഒന്ന് VCV, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നുണ്ട്, ക്ലിയറിറ്റി ഉണ്ടോ എന്ന് അറിയുന്നില്ല. അപ്പോൾ VCV എന്നൊരു മെത്തേഡ് ഉണ്ട്, അതായത് ദാറ്റ് ഈസ് വെർട്ടിക്കൽ കണ്ടിന്യൂസ് വൾക്കനൈസേഷനും റൈറ്റ് സൈഡിലുള്ളത് CCV കണ്ടിന്യൂസ് കാന്റിനറി വൾക്കനൈസേഷൻ. ഈ പ്രോസസ്സ് വെച്ചിട്ടാണ് XLP ആണെങ്കിലും സാധാ കേബിൾ ആണെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്നത് ഈ പ്രോസസ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രിപ്പിൾ എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത് നമ്മൾ 3 കമ്പോണൻസ് ഉണ്ടാവും. സെമി കണ്ടക്ടർ ഉണ്ടാവും, സെമി കണ്ടക്ടിങ് കോമ്പൗണ്ട് ഉണ്ടാവും, XLP ഉണ്ടാവും. ഇത് 3 ചേംബർ ഓവനിൽ വെച്ചിട്ട് ഒരു കണ്ടക്ടർ ആണെങ്കിൽ 90 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യും, ഒരു സെമി മോൾട്ടൺ ഇതിലേക്ക് കൊണ്ടുവരും. മറ്റേ സെമി കണ്ടക്ടർ ആണെങ്കിൽ 110 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്തിട്ട് അതൊരു സെമി മോൾട്ടൺ ഇതിലേക്ക് കൊണ്ടുവരും. ഇത് മൂന്ന് ഇതായിട്ട് ഫീഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഹെഡിൽ വന്നിട്ടാണ് ഇതെല്ലാം കൂടെ, ഒരു ഡൈ ആണത്, ബേസിക്കലി ഒരു ഡൈ ആണ്. ആ ഡൈയിൽ വന്നിട്ടാണ് ഇത് മൂന്നും കൂടെ സിംഗിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിനകത്ത് 2 പ്രോസസ്സ് പറഞ്ഞത്, ഒന്ന് വെർട്ടിക്കൽ കണ്ടിന്യൂസ് വൾക്കനൈസേഷൻ, ഒന്ന് കണ്ടിന്യൂസ് കാന്റിനറി വൾക്കനൈസേഷൻ. വെർട്ടിക്കലായിട്ട് നിങ്ങൾക്ക് പേര് പറയുന്ന പോലെ അത് വളരെ വെർട്ടിക്കലായിട്ട് നിൽക്കും. ആ ടവർ ഭയങ്കര ഹൈറ്റ് ഉണ്ടാവും. ഈ പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു എൻഡിൽ നിന്ന്, ടോപ്പ് എൻഡിൽ നിന്ന് എൻ്റെ റോ മെറ്റീരിയൽസ് ഫീഡ് ചെയ്യും വിത്ത് ഡിസൈഡ് ടെമ്പറേച്ചർ. അതെല്ലാം കൂടി ഹെഡിലേക്ക് വന്നിട്ട് ആ ഹെഡിലാണ് ഇതെല്ലാം കൂടി എക്സ്ട്രൂഡ് ചെയ്തിട്ട് സിംഗിൾ യൂണിറ്റ് ആയിട്ട് താഴത്തേക്ക് വന്നിട്ട് നെക്സ്റ്റ് സ്റ്റേജ് ക്യൂറിംഗ് ഉണ്ടാവും, പിന്നെ കൂളിംഗ് ഉണ്ടാവും, പിന്നെ ഫൈനലി കോയിലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് വളരെ നമ്മൾ ഈ ഇത് GTP അല്ലെങ്കിൽ അതുപോലെയുള്ള പാരാമീറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഒരു മെറ്റീരിയൽ കേബിൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം. VCV എന്ന് പറഞ്ഞ വെർട്ടിക്കലാണ്, മറ്റേത് കാന്റിനറി ആണ്. കാന്റിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 ടവറുകൾ നിൽക്കുകയാണെങ്കിൽ ടവറിന്റെ ഇടയ്ക്ക് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിന് സാഗ് ഉണ്ടാവും അല്ലേ. ഒരു 250 മീറ്റർ അപ്പുറത്ത് ടവർ നിൽക്കുന്നുണ്ടെങ്കിൽ കണ്ടക്ടർ വെച്ച് സാഗ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ ഒരു സാഗാണ് ഈ ഇതിനകത്തും ഉണ്ടാവുക. അതായത് ഇതൊരു മറ്റേ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ പോലെയാണ്. അത് സാഗ് ചെയ്ത് വരുമ്പോൾ അത് ഹൊറിസോണ്ടലിന്, അതായത് CCVക്ക്. അതുകൊണ്ടാണ് അതിന്റെ പേര് കണ്ടിന്യൂസ് കാന്റിനറി എന്ന് പറയുന്നത്. കാന്റിനറി എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പർബോളിക് കർവ് ആയതുകൊണ്ടാണ് അതിനെ കാന്റിനറി എന്ന് പറയുന്നത്. അതിൽ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്റർ അതിന്റെ എക്സെൻട്രിസിറ്റി ആണ്. അപ്പൊ നമുക്ക് അതിനകത്ത് കണ്ടാൽ അറിയാം, നടുക്കുള്ളത് കണ്ടക്ടറും ചുറ്റുവട്ടത്തുള്ളത് XLP ആണ്. അപ്പൊ അതിനകത്ത് ഒരു സൈഡിലേക്ക് അവിടെ XLPയുടെ തിക്നെസ് കുറയുന്നതും മറ്റേ സൈഡില് XLP തിക്നെസ് കൂടിയിരിക്കുന്നതും കാണാം. അതിന്റെ ഒരു പേഴ്സൻ്റേജാണ് കാണിച്ചിരിക്കുന്നത്. അതായത് മാക്സിമം തിക്നെസ് മൈനസ് മിനിമം തിക്നെസ് ബൈ മാക്സിമം തിക്നെസ് പ്ലസ് മിനിമം തിക്നെസ്, അതായത് ഒരു റേഷ്യോ ആണ്. ആ റേഷ്യോ സ്പെസിഫിക് 10% അല്ലെങ്കിൽ ഇവൻ 5% ലിമിറ്റ് ഉണ്ട്. അപ്പൊ വിതിൻ ആ ലിമിറ്റ് ആയിരിക്കണം. അല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് കുറഞ്ഞ സ്ഥലത്ത് വളരെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും മറ്റേത്. അപ്പൊ നിങ്ങൾ ഈ കണ്ട ഈ എക്സെൻട്രിസിറ്റി അല്ലെങ്കിൽ ഓവാലിറ്റി എന്ന് പറയുക, അത് വളരെ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു പ്രോസസ്സാണ് ഈ കണ്ടിന്യൂസ് കാന്റിനറി വൾക്കനൈസേഷൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാന്റിനറി പോലെ കിടക്കുമ്പോൾ ഈ മോൾട്ടൺ മെറ്റീരിയൽ ഇൻസുലേഷൻ, കണ്ടക്ടറിന്റെ ചുറ്റുമുള്ള ഇൻസുലേഷൻ ഗ്രാവിറ്റിയിൽ ചിലപ്പോൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻസുലേഷൻ കൂടുകയും മേളിൽ ഇൻസുലേഷൻ കുറയുകയും ചെയ്യും. അതേസമയം ഈ വെർട്ടിക്കൽ എക്സ്ട്രൂഷൻ പ്രോസസ്സ് ആണെങ്കിൽ ആ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് യൂണിഫോം ആയിട്ട് കണ്ടക്ടറിന്റെ ചുറ്റും ഇൻസുലേഷൻ ഓൾമോസ്റ്റ് യൂണിഫോം ആയിട്ട് ഉണ്ടാവും. പിന്നെ ഈ കാന്റിനറി വൾക്കനൈസേഷന്റെ ഈ എക്സെൻട്രിസിറ്റി കൺട്രോൾ ചെയ്യുന്നത് ഈ മെറ്റീരിയലിന്റെ സ്പീഡൊക്കെ വെച്ചിട്ടാണ്. സ്പീഡ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം അവിടെ തങ്ങി നിന്നാലേ ഗ്രാവിറ്റിയിലേക്ക് ഇത് വീണ്ടും വരുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള കുറേ പ്രോസസ്സ് അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസുകൾ, അല്ലെങ്കിൽ അതിന്റെ GTP ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഈ എക്സെൻട്രിസിറ്റി അല്ലെങ്കിൽ ഓവാലിറ്റി വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മറ്റേ ഇതിന്റെ മുമ്പിൽ കിട്ടും അല്ലല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടക്ടർ സ്ക്രീൻ എന്ന് പറഞ്ഞ ഇൻസുലേഷൻ XLP ഇൻസുലേഷൻ ആണ്. നോമിനൽ തിക്നെസ് 8.8 mm എന്ന് പറയുന്നത് 33 kVക്കാണ്. 11 kVക്ക് ആണെങ്കിൽ 3.6 mm ആണ് അതിന്റെ തിക്നെസ്. ഈ നേരത്തെ പറഞ്ഞ റോ മെറ്റീരിയൽ, അതായത് കണ്ടക്ടർ, അതിന്റെ സെമി കണ്ടക്ടർ, പിന്നെ മറ്റേ XLP ഇൻസുലേഷൻ, ഈ 3 റോ മെറ്റീരിയലും 3 രീതിയിൽ ഫീഡ് ചെയ്തിട്ട് ഒരു ഹെഡിൽ കൊണ്ടുവന്നിട്ടാണ് മറ്റേ ഇതിലേക്ക് ഫോം ചെയ്യുന്നത്, ചുറ്റും റാപ്പ് ചെയ്യുന്നത്.
ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് അതിന്റെ ക്യൂറിംഗ് ആണ് അടുത്ത സ്റ്റേജ്. അപ്പോൾ ഇത് 2 കേസിലാണെങ്കിലും നിങ്ങൾക്ക് CCV ആണെങ്കിലും VCV ആണെങ്കിലും അതിൻ്റെ ഒരു ക്യൂറിംഗ് ലൈൻ ഉണ്ട്. അതിൻ്റെ ഡൈസെറ്റ് കഴിഞ്ഞിട്ട് ഒരു ക്യൂറിംഗ് ലൈൻ ഉണ്ട്. അപ്പോൾ ക്യൂറിംഗ് ലൈനിൽ സാധാരണ നോർമൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ക്യൂറിംഗ് ആണ്. നൈട്രജൻ ഇനേർട്ട് ഗ്യാസ് ആണ്. അത് നൈട്രജൻ ഗ്യാസ് ഒരു ചേമ്പറിൽ കൂടെ കടത്തി വിട്ടിട്ട് അതിലൂടെയാണ് നമ്മുടെ ഈ 3 അതായത് ഈ കണ്ടക്ടർ, അതിൻ്റെ മുകളിലുള്ള സെമി കണ്ടക്ടർ, ഇൻസുലേഷൻ, ഓവറോൾ ഇൻസുലേഷൻ, ഇത് നൈട്രജൻ ഗ്യാസിൽ കൂടെ ഒരു പാർട്ടിക്കുലർ സ്പീഡിൽ, നോർമൽ ടിപ്പിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 മീറ്റർ/സെക്കൻഡ്, ആ സ്പീഡിലാണ് ഈ സാധനം കടത്തി വിടുന്നത്. അത് അതിൻ്റെ ചുറ്റും ഒരു ചേമ്പർ ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് ഒക്കെ വെച്ച് ഹീറ്റ് ചെയ്യുന്ന ഒരു ചേമ്പർ ഉണ്ട്. ആ ചേമ്പറിൽ അതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. അറൗണ്ട് ഒരു 120 to 150 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലാണ് അതിൻ്റെ ഡൈസെറ്റും അതിൻ്റെ ലെങ്തും ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഈ ക്രോസ് ലിങ്കിങ് എത്രമാത്രം എഫക്റ്റീവ് ആവുന്നുള്ളതിനെ വെച്ചിട്ടാണ് അതിൻ്റെ ലെങ്തും സ്പീഡും ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് കഴിയുമ്പോൾ, ക്യൂറിങ് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ലെങ്ത് അത്രയും ദൂരം പാസ് ചെയ്ത് വരുമ്പോഴത്തേനും ഇതിൻ്റെ ക്രോസ് ലിങ്കിങ് പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കും. അതിനുശേഷം ഇത് കൂൾ ചെയ്യും. കൂൾ ചെയ്യുന്നത് നൈട്രജൻ ഗ്യാസ് വെച്ചിട്ടാണ് കൂൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് XLP അതിൻ്റെ ഔട്ടറിലുള്ള ഇൻസുലേഷൻ്റെ പ്രോസസ്സ്. അതിൻ്റെ മുകളിലാണ് ഈ ഇൻസുലേഷൻ നോൺ മെറ്റാലിക് സ്ക്രീൻ എന്ന് പറയുന്നതും ഈ ഇതിനകത്ത് എക്സ്ട്രൂഷനകത്ത് വരുന്നതാണ്. ലെയർ ഓഫ് എക്സ്ട്രൂഡഡ് സെമി കണ്ടക്ടിങ് കോമ്പൗണ്ട് ഓഫ് തിക്നെസ് നോട്ട് ലെസ് ദാൻ 0.6 mm. 0.6 mm 33 kV 0.6 ആണ്. 11 kV യൂഷ്വലി ടിപ്പിക്കൽ വാല്യൂ 0.3 ഒക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രൂഷൻ കഴിഞ്ഞു. പിന്നീട് ഈ മെറ്റാലിക് സ്ക്രീൻ ആണ്. അതിനകത്ത് ഈ എക്സ്ട്രൂഡഡ് മെറ്റീരിയലിന്റെ പുറത്ത് മെറ്റാലിക് സ്ക്രീൻ, അതായത് ആഫ്റ്റർ ക്യൂറിങ്ങും കൂളിങ്ങും കഴിഞ്ഞതിന് ശേഷം ഈ മെറ്റാലിക് സ്ക്രീൻ ഈ സെമി കണ്ടക്ടറിന്റെ മുകളിൽ നമ്മൾ ചുറ്റുമാണ് ചെയ്യുന്നത്. മെറ്റാലിക് സ്ക്രീനിന്റെ സാധനം. ഓക്കെ, ഇതായത് അതിന്റെ XLP സെമി കണ്ടക്ടറിന്റെ കഴിഞ്ഞിട്ട് വരുന്ന ലെയറാണ് മെറ്റാലിക് സ്ക്രീൻ. അത് ടേപ്പ് പോലെ വൈൻഡ് അതിന്റെ മുകളിൽ വൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഇതുള്ളത്. അതായത് ഇതിന്റെ തിക്നെസ്, കോപ്പർ ടേപ്പിന്റെ തിക്നെസ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 10 kA/1 second ആണ്. പക്ഷെ നമ്മുടെ ആ പാർട്ടിക്കുലർ നിങ്ങൾ എവിടെയാണോ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടുത്തെ സബ്സ്റ്റേഷന്റെ ഫാൾട്ട് ലെവൽ SLG കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പാകത്തിനുള്ള അതിന്റെ തിക്നെസ് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ എൻഷുർ ചെയ്യണം. അതിന്റെ GTP കൊടുക്കുമ്പോൾ തന്നെ അവര് ഒന്നുകിൽ മാനുഫാക്ചർ ചെയ്ത് കാൽക്കുലേഷൻ തരാൻ പറയുക. അപ്പം നമ്മുടെ ഫാൾട്ട് ലെവൽ നമ്മൾ പറഞ്ഞാൽ മതി. ഇപ്പം 10 kA എന്നൊരു എക്സാമ്പിൾ ടിപ്പിക്കൽ വാല്യൂ എഴുതുന്നുള്ളൂ. പല സ്ഥലത്തും ഫോർ എക്സാമ്പിൾ 33 kV സബ്സ്റ്റേഷനിൽ ചില സമയത്ത് 5 kV ഉണ്ടാവും, 4 kV ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ലൊക്കേഷനിലുള്ള എവിടെയാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇൻറ്റൻഡ് ചെയ്തത്, അവിടുത്തെ ഫാൾട്ട് ലെവൽ എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിക്നെസ് വേണം എന്ന് പറയുക. അതിന്റെ കാൽക്കുലേഷൻ ഷീറ്റൊക്കെ മറ്റേ മാനുഫാക്ചറിൽ തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറയുക. ഇതാണ് അതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതാണ് കണ്ടക്ടർ ഔട്ടർ ഷീറ്റ്. അത് സാധാരണ സാധാരണ പോളിത്തീൻ കോമ്പൗണ്ട് ആണ്. ST2 അല്ലെങ്കിൽ ST7 എന്ന് പറയുന്ന പോളിത്തീൻ കോമ്പൗണ്ട് ആണ്. അതിന് IEC സ്പെസിഫിക്കേഷൻ IEC 5024 3 കോർ ഏരിയൽ ബെഞ്ചിന്റെ കേബിൾ ആണ്. അത് ജസ്റ്റ് അതിനൊരു മെക്കാനിക്കൽ പ്രൊട്ടക്ഷനും അതേപോലെ മോയ്സ്ചർ കയറാതിരിക്കാനും എൻവയറമെന്റൽ പ്രൊട്ടക്ഷനൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഇതാണ് ഔട്ടർ ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു വാട്ടർ പെനട്രേറ്റിംഗ് ബാരിയേഴ്സ് സാധാരണ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ഈ എസ്പെഷ്യലി മറ്റേ വളരെയധികം മോയ്സ്ചറും അല്ലെങ്കിൽ മഴയൊക്കെ ഉള്ള സ്ഥലത്ത് വെള്ളം അതിനകത്തേക്ക് പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മെറ്റാലിക് ഷീറ്റ് അടക്കം ചിലപ്പം പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അതിന് അങ്ങനത്തെ ഒരു ബാരിയർ കൊടുത്താൽ നന്നായിരിക്കും. TRXLP വാട്ടർ സെല്ലുബിൾ ടേപ്സ്, അതായത് ഇതിന്റെ ഇടയ്ക്കായിരിക്കും വരിക. ഈ പറഞ്ഞ മെറ്റാലിക് ഷീറ്റിന്റെയും ഔട്ടർ ഷീറ്റിന്റെയും ഇടയ്ക്കാണ് ഈ വാട്ടർ സെല്ലുബിൾ ടേപ്പ് വരിക. കൂടാതെ വേറൊരു കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ XLP ചെയ്യാവുന്നത്, ഇപ്പൊ പുതിയ TRXLP എന്നൊരു മെറ്റീരിയൽ വരുന്നുണ്ട്. TRXLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ റിട്ടാർഡന്റ് XLP ആണ്.
അതായത് ട്രീ എന്ന് പറയുന്നത് അതായത് സോളിഡ് ഇൻസുലേഷനിൽ ഡിഫറെൻറ്റ് മെക്കാനിസം ഉണ്ട് ബ്രേക്ക് ഡൗണിന്. ലൈക്ക് ഇൻട്രൻസിക് ബ്രേക്ക് ഡൗൺ ഉണ്ട്, തെർമൽ ബ്രേക്ക് ഡൗൺ ഉണ്ട്, ഇലക്ട്രോ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ഉണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ സ്ട്രെസ് അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഫീൽഡ് ആയിരിക്കും. ആ എനർജിയേക്കാളും കൂടുതൽ അത് മറ്റേ മെക്കാനിക്കൽ സ്ട്രെസ്സിനേക്കാളും കൂടി കഴിഞ്ഞാൽ ഇൻസുലേഷൻ ഫെയിലർ ആവും. അത് സാധാരണ നമ്മുടെ ഈ പോർസിലൈൻ ഇൻസുലേറ്ററൊക്കെ കണ്ടുവരുന്നതാണ്. പിന്നീട് ഒരു മെക്കാനിസം ആണ് ട്രീയിങ് എന്ന് പറയുന്നത്. ട്രീയിങ് യൂഷ്വലി കേബിളിലൊക്കെ കണ്ടുവരുന്നത് ബ്രേക്ക് ഡൗൺ മെക്കാനിസം ട്രീയിങ് ആണ്. അപ്പോൾ ട്രീയിങ് എന്ന് പറയുന്നത് ഈ ഇൻസുലേഷൻ മെറ്റീരിയലിന്റെ സർഫസിൽ ഉള്ള ചില അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ചെറിയ വളരെ മൈക്രോ ആയിട്ടുള്ള ഷാർപ്പ് എഡ്ജുകൾ, അപ്പം അങ്ങനെയുള്ള ചില ഇത് കൊണ്ട് അവിടെ നമുക്കിപ്പോൾ ഒരു ഒരു ഇലയൊന്നും ഇല്ലാത്തൊരു മരത്തെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കുമോ ആ സ്പാർക്ക് ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രാഞ്ച് പോലെ, ഇലയൊന്നും ഇല്ലാത്തൊരു മരത്തിൻ്റെ ബ്രാഞ്ച് പോലെ അത് എക്സ്റ്റെൻഡ് ചെയ്യും. അത് സിവിയർ ആവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ ഈ മറ്റേ ഇൻസുലേഷൻ മെറ്റീരിയലും ഇലക്ട്രോഡും, അതായത് നമ്മുടെ കണ്ടക്ടർ അല്ലെങ്കിൽ ആ ഇൻസുലേഷൻ മെറ്റീരിയൽ ഇടയ്ക്ക് ചെറിയ എയർ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ സ്ട്രെസ് വളരെ കൂടുതലായിരിക്കും, ഇലക്ട്രിക് സ്ട്രെസ് വളരെ കൂടുതലായിരിക്കും. അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്യും ആ സ്പാർക്കിനെ. അത് സ്പാർക്ക് ഒരു ട്രീ പോലെ, ഇലയൊന്നും ഇല്ലാത്തൊരു മരത്തിൻ്റെ അതുപോലെ അത് സ്പ്രെഡ് ചെയ്ത് വരും. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ചില അഡിറ്റീവ്സ് ഒക്കെ ഈ XLP ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഇമ്പ്രൂവ്മെന്റ് XLP ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ ABCയുടെ ലൈഫ് കുറച്ചും കൂടെ കൂടും. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സപ്പോർട്ടാണ്. കൂടാതെ റിട്ടേൺ കറണ്ട് ഫാൾ കറണ്ട് വരുന്നത് മേജർലി മെസ്സഞ്ചർ കൂടെ ആയിരിക്കും വരുന്നത്. അപ്പം മെസ്സഞ്ചർ സാധാരണ യൂഷ്വലി രണ്ട് സൈഡിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ 33 kV ആണെങ്കിൽ ഒരു സബ്സ്റ്റേഷൻ ടു സബ്സ്റ്റേഷൻ ആയിരിക്കും എർത്ത് ചെയ്യുന്നത്. 11 kV ആണെങ്കിൽ യൂഷ്വലി ഒരു ഫാഗ് എൻഡിലേക്കായിരിക്കും ഇത് റെക്കമെൻഡ് ചെയ്യുക, പ്രിഫർ ചെയ്യുക. അപ്പോൾ അവിടെയും ഈ രണ്ട് സൈഡിലെയും എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ, മെസ്സഞ്ചേഴ്സ് എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ കറണ്ട് ഫ്ലോ ചെയ്യാനൊരു പാത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള ഈ കോപ്പർ ഷീറ്റിലേക്കൊന്നും ഫാൾ കറണ്ട് വരാതെ മോസ്റ്റ് ഓഫ് ദ കറണ്ട് ഇതിൽ കൂടെ തന്നെ ഫ്ലോ ചെയ്യും. അപ്പോൾ അതാണ് ഒരു ഫംഗ്ഷൻ. പിന്നൊരു മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മെക്കാനിക്കൽ സപ്പോർട്ടാണ്. മെക്കാനിക്കൽ കണ്ടക്ടറിൻ്റെ വെയിറ്റ് സപ്പോർട്ടിലേക്ക് താങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനും കൂടെയാണ് മെസ്സഞ്ചറിനുണ്ട്. മെസ്സഞ്ചർ ഇൻസുലേഷൻ സാധാരണ LT ഇൻസുലേഷൻ തന്നെയാണ്, 1.1 kV ഗ്രേഡാണ്. ഓക്കെ, ഇതിൻ്റെ ബെൻഡിങ് റേഡിയസ്, മിനിമം ബെൻഡിങ് റേഡിയസ് സാധാരണ കേബിളിൽ തന്നെയാണ് 20D, വേറെ D is the diameter of the cable, അതാണ് പറയുന്നത്. ഓക്കെ, ഈ കുറച്ച് പാരാമീറ്റേഴ്സ് അതിൻ്റെ ഡിസൈന് അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മളൊരു GTP പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ സ്ലൈഡിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ വളരെ നന്നായിരിക്കും. ഒന്ന്, ഡിസൈഡ് ഫാൾട്ട് ലെവൽ ഓഫ് ദ കണ്ടക്ടർ. രണ്ട്, ഡിസൈഡ് ഫാൾട്ട് ലെവൽ ഫോർ ദി മെറ്റാലിക് ഷീറ്റ്. നിങ്ങൾ GTP ഉണ്ടോ? ഓക്കെ, ഇനി ഞാൻ അതായത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, നമ്മുടെ അതായത് കണ്ടിന്യൂസ് കറണ്ട് വേണം കണ്ടക്ടറിനകത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 11 kV ആണെങ്കിൽ 3 × 95 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂസ് കറണ്ട് റേറ്റിംഗ് 215 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ക്രൈറ്റീരിയ. ഇനി അതിൻ്റെ ഫാൾട്ട് ലെവൽ എന്ന് പറയുന്നത്, കണ്ടക്ടറിൻ്റെ ഫാൾട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 9 kA ആണ്. പിന്നീട് മെറ്റാലിക് ഷീറ്റിൻ്റെ ഫാൾട്ട് കറണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു യൂഷ്വലി കണ്ടിരിക്കുന്നത് ABC കേബിളിൻ്റെ ഷീറ്റ് തിക്നെസ് കണ്ടിരിക്കുന്നത് 0.045 mm ഒക്കെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ 0.045 mm ഒക്കെ ആണെങ്കിൽ അത് എടുക്കുന്ന ഫാൾ കറണ്ട് ഒരു 200 ആംപിയർ അല്ലെങ്കിൽ മാക്സിമം 500 ആംപിയർ, 0.5 kA കൂടുതൽ വരുന്നില്ല. അപ്പോൾ ഇത് ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇത് അതായത് GTPയിൽ 2 തരം ഫാൾട്ട് പറയുന്നുണ്ടോ. ഒന്ന് കണ്ടക്ടറിന് ക്യാരി ചെയ്യുന്ന ഫാൾട്ടും അതേപോലെ കോപ്പർ സ്ക്രീനിന് മെറ്റാലിക് ഷീറ്റ് ക്യാരി ചെയ്യുന്ന ഇതും വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കണം. അപ്പോൾ അതിനകത്ത് ഈ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് ഫാൾട്ട് കറണ്ട് ചിലപ്പോൾ കണ്ടക്ടറിനെ കൊടുക്കും, അപ്പോൾ മെറ്റാലിക് ഷീറ്റിനെ സെപ്പറേറ്റ് കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഈ മാനുഫാക്ചേഴ്സ് അവരുടെ നോമിനൽ ആയിട്ടുള്ള ഇത് തരത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ GTP പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഓഫർ നമ്മൾ സപ്ലയേഴ്സിന്റെ അടുത്ത് ഓഫർ ചോദിക്കുമ്പോഴൊക്കെ ഈ സാധനം വളരെയധികം കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അതായത് കോപ്പർ സ്ക്രീൻ അല്ലെങ്കിൽ മെറ്റാലിക് സ്ക്രീൻ നമ്മുടെ ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ എവിടെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മാക്സിമം SLG ഫോൾട്ട് എത്ര വരുന്നു. ഓക്കെ, ഇതൊരു ജനറൽ ഒരു GTP ആണത്. ഓക്കെ, ഇതിപ്പോ നോക്കിയോളൂ. ഇതിപ്പോ 3x25 to 3x150 വരെയുള്ള കണ്ടക്ടേഴ്സിന്റെ അതിന്റെ മെസ്സഞ്ചറിന്റെ സൈസും കൊടുത്തിട്ടുണ്ട്, കണ്ടക്ടറിന്റെ സൈസും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴത്തേക്ക് വരും. ഓക്കെ ഓക്കെ, ഇനി 10ാമത്തെ ഐറ്റം അതിന്റെ കണ്ടിന്യൂസ് കറണ്ട് റേറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊരു ഫാക്ടറാണ്, നമുക്ക് ഏത് കണ്ടക്ടറെ ഡിസൈഡ് ചെയ്യണമെന്നുള്ളതിന്റെ ഒരു ഫാക്ടറാണ് 10ാമത്തേത്. അതിന്റെ അതായത് 95 to 280 വരെ ഉണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ പവർ കപ്പാസിറ്റി അത് നോക്കിയിട്ട് അതൊരു വൺ ഓഫ് ദ ക്രൈറ്റീരിയ ആണ്. സെക്കൻഡ് ആണ് രണ്ടാമത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഫോർ 1 second ഡ്യൂറേഷൻ ആണത്. അത് ഫേസ് കണ്ടക്ടർ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 3x95 ആണെങ്കിൽ 9 kA ആണ് ഫേസ് കറണ്ട്. പക്ഷെ അത് നമുക്ക് ഈ കണ്ടക്ടറിന്റെ കേസിൽ അത് പ്രശ്നമില്ല, കാരണം 9 kA വരെയൊക്കെ സുഖമായിട്ട് എടുക്കും, കണ്ടിന്യൂസ് കറണ്ടും ഉണ്ടാവും. പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ടത് കോപ്പർ സ്ക്രീൻ അത് കാണിച്ചിരിക്കുന്നത് 200 ആംപിയറേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഫാൾട്ട് ലെവൽ സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ചിലപ്പോൾ 1 kA അല്ലെങ്കിൽ 2 kA ആണെങ്കിൽ ഈ പറഞ്ഞ മെറ്റാലിക് ഷീറ്റ് അത് എടുക്കില്ല. അപ്പം അത് ഡിസൈനിൽ സ്പെസിഫൈ ചെയ്യേണ്ടത്, അതിന്റെ GTPയിൽ സ്പെസിഫൈ ചെയ്യേണ്ടത് എത്രയാണ് ഫാൾട്ട് കറണ്ട്. ദാറ്റ് ഷുഡ് ബി ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ദാറ്റ് മച്ച് ഫാൾട്ട് കറണ്ട് ഫോർ 1 second. 3 seconds അല്ല, 1 second ആണ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഓർഡർ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഓവർലാപ്പാണ്. ഞാൻ നേരത്തെ ഡ്രോയിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ കോപ്പർ ഷീറ്റ് ശരിക്കും വൗണ്ട് ചെയ്യുന്നത്, ഇതിൻ്റെ മുകളിൽ അത് വൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വൈൻഡ് ചെയ്യുമ്പം മിനിമം 20% ഓവർലാപ്പ് വേണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞത് കണ്ടക്ടർ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അത് ഡ്രോ ചെയ്യുന്ന സമയത്തോ ഈവൻ അത് ബെൻഡ് ചെയ്യുന്ന സമയത്തോ ഒക്കെ there is a chance that conductor will separate. Conductor will get separate. അത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷാർപ്പ്, അതായത് ഇലക്ട്രിക്കൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുകയും അവിടെ ഷാർപ്പ് എഡ്ജ് വരികയും ആ ഷാർപ്പ് എഡ്ജിൽ നിന്ന് കൊറോണ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൊറോണ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത്, കാരണം ഇതെല്ലാം ST2 ആണെങ്കിലും ഔട്ടർ ഷീറ്റ് ആണെങ്കിലും XLP ആണെങ്കിലും നമുക്ക് ടെമ്പറേച്ചറൊക്കെ 90 degree 70 degree ആ റേഞ്ചിലൊക്കെ ഉള്ളൂ. അപ്പോൾ there is a very chance that it may catch fire. അപ്പം അതിനകത്ത് ഏറ്റവും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ ഓവർലാപ്പ് മിനിമം 20% എങ്കിലും വേണം. അപ്പൊ അതുപോലെ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന സമയത്ത്, അതായത് ഇത് ഡ്രോ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം അതിനകത്ത് അധികം മെക്കാനിക്കൽ സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കേബിളെ ഡാമേജ് ചെയ്യും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിന്റെ സ്പാന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതും ഈ മെക്കാനിക്കൽ സ്ട്രെങ്തോട്ട് ഡിപ്പെൻഡ് ചെയ്താണ്. സ്പാൻ കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതിന്റെ സാഗ് എന്ന് പറയുന്നത് W/L²/80 ആണ് അല്ലേ. അപ്പൊ സ്പാൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാഗിൽ നിന്ന് നമുക്ക് അതിനെ എത്ര ടെൻഷൻ അതിനകത്ത് വരുന്നുള്ളത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അതിന്റെ യൂണിറ്റ് വെയിറ്റ് അറിയാം, സ്പാൻ ലെങ്ത് ഉണ്ടെങ്കിൽ സാഗിൽ നിന്ന് നമുക്ക് എത്ര സാഗ് ഉണ്ടെങ്കിൽ ആ സാഗിൽ നിന്ന് നമുക്ക് തിരിച്ച് അതിന്റെ ടെൻഷൻ കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആ ടെൻഷൻ കൂടി കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില കേസിൽ മെറ്റാലിക് ഷീറ്റ് സെപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ സ്പാനും ഒരു ക്രിട്ടിക്കൽ കമ്പോണന്റ് ആണ്. യൂഷ്വലി 30 മീറ്റർ കൂടുതൽ കൂടാറില്ല, 30 അല്ലെങ്കിൽ 40 മീറ്റർ പ്രായോഗികമായിട്ട് അതൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ സൊല്യൂബിൾ ടേപ്പും അതുപോലെ സ്പെഷ്യൽ TR/XLPയും ഉണ്ടെങ്കിൽ കുറെ കൂടെ ലൈഫ് കൂടുതൽ കിട്ടും. ഓക്കെ, ഇത് അതിന്റെ ഇലക്ട്രിക്കൽ സ്ട്രെസ് ആണ്, കണ്ടക്ടറിന്റെ സർഫസിൽ വരുന്ന സ്ട്രെസ് ആണ്. അത്
ഇപ്പോൾ 33 kV-യിലാണെങ്കിൽ 3.05 kV per mm ആണ് കണ്ടക്ടർ സർഫസിൽ വരുന്നത് അടുത്തത്. ഇത് ഇൻസുലേഷനിൽ വരുന്നതാണ്. ആ ഇൻസുലേഷൻ കഴിയുമ്പോൾ ഉണ്ടല്ലേ സ്ട്രെസ് കുറയുന്നുണ്ട്. 1.615 kV per mm ആവും ഇൻസുലേഷൻ കഴിയുമ്പോഴത്തേനും. പക്ഷെ അപ്പോഴും വോൾട്ടേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതും ABC തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ആ ഇൻസുലേഷൻ കഴിഞ്ഞാലും ഉണ്ട്. പക്ഷെ മെറ്റാലിക് ഷീത്ത് ഉള്ളത് കൊണ്ട് ആ സ്ട്രെസ് അവിടുന്ന് മെറ്റാലിക് ഷീത്തോടെ നമ്മൾ എർത്ത് ചെയ്യുമ്പോൾ മെറ്റാലിക് ഷീത്തുകൾ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്ത ചാർജും എർത്തിലേക്ക് പോകും. അതോടെ ആ വോൾട്ടേജ് അപ്പുറത്തേക്ക് വരില്ല, ഔട്ടർ ഷീത്തിലേക്കും വരില്ല. അതാണ് ഇത് മറ്റേ ABC തമ്മിലുള്ള ഒരു മേജർ വ്യത്യാസം. ഇതൊരു GTP ആണ്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് കണ്ടക്ടർ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം, അതിന്റെ മെസ്സഞ്ചർ അതിന്റെ സൈസ് എങ്ങനെയാണെന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ കുറെ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. അതിന്റെ നോമിനൽ അതിനകത്ത് കണ്ടക്ടറിനകത്താണെങ്കിൽ മെറ്റീരിയൽ ഉണ്ട്, അല്ലെങ്കിൽ ഏത് ഗ്രേഡ് ആണെന്ന് സ്പെസിഫൈ ചെയ്യാം. നേരത്തെ പറഞ്ഞാൽ H2 ആണ്, H4 ആണ് ഗ്രേഡ് സ്പെസിഫൈ ചെയ്യാം. പിന്നെ നോമിനൽ ക്രോസ് സെക്ഷണൽ ഏരിയ 25, 35 അത് തൊട്ട് നമുക്ക് ആവശ്യമുള്ള എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കറണ്ടാണ് എടുക്കേണ്ടത്, അപ്പോൾ ആ ഏരിയ സ്പെസിഫൈ ചെയ്യാം. ഫ്ലെക്സിബിലിറ്റി ക്ലാസ് ഉണ്ട്, അതും ഈ പറഞ്ഞ ടെൻഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ് ആണ്. അതിന്റെ DC റെസിസ്റ്റൻസ് ഉണ്ട്, അപ്രോക്സിമേറ്റ് ഡയാമീറ്റർ ഉണ്ട്, കണ്ടക്ടർ സ്ക്രീൻ നേരത്തെ പറഞ്ഞ പോലെ സെമി കണ്ടക്ടിങ് കോമ്പൗണ്ട് ആണ്, എക്സ്ട്രൂഡഡ് സെമി കണ്ടക്ടിങ് കോമ്പൗണ്ട് ആണ്. 11 kV അത് 0.3 ആണ് ഇൻസുലേഷൻ മെറ്റീരിയൽ. അത് XLP ആണ്, അത് 3.6 ആണ് എൻ്റെ 11 kV. പിന്നെ എക്സ്ട്രൂഡഡ് സെമി കണ്ടക്ടർ ഓവർ ദി ഇൻസുലേഷൻ, അതാണ് ഇൻസുലേഷൻ സ്ക്രീൻ എന്നാണ് പറയുക. അതും 0.3 mm ആണ് അതിന്റെ തിക്നെസ്. അതിന്റെ ഓവർ ആൻഡ് അബൌവ് ദാറ്റ് തിങ് ആണ് മെറ്റാലിക് ഷീറ്റ് വരുന്നത്. മെറ്റാലിക് ഷീറ്റിന്റെ തിക്നെസ് ഒരു കൊടുത്തിരിക്കുന്നത് 0.045 ആണ്. ശ്രദ്ധിക്കുക, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതിന് എടുക്കാവുന്ന കറണ്ട് ആകെ 200 ആംപിയർ അത് എടുക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ആ പോയിന്റ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതിന്റെ ഔട്ടർ ഷീറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ST2 ആണ്. ST2 എന്ന് പറഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ 70 ഡിഗ്രി വരെ പോകുന്നതാണ്. അപ്പോൾ അതിന്റെ നോമിനൽ തിക്നെസ് രണ്ടും ഓവറോൾ ഡയാമീറ്റർ ഓഫ് ദ കേബിളും അതിൽ നിന്ന് കിട്ടും. മെസ്സഞ്ചർ വയർ, അതിന്റെ മെസ്സഞ്ചർ വയറിന്റെ സ്പെസിഫിക്കേഷനിൽ അതിന്റെ ഏരിയയും അതിന്റെ ബ്രേക്കിംഗ് ലോഡും ആണ് ഇമ്പോർട്ടൻ്റ്. ബ്രേക്കിംഗ് ലോഡ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഡയാമീറ്റർ വന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പോൾസ്, അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് ദി കണ്ടക്ടർ, കണ്ടിന്യൂസ് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി. ഇത്രയൊക്കെയാണ് ജനറലി നമ്മളത് കൊടുക്കുമ്പം അതിൻ്റെ. പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഈ ABC ആണെങ്കിൽ അതിന്റെ ഓവർലാപ്പിന്റെ ഇത് പറയണം, ഓവർലാപ്പ് സ്പെസിഫൈ ചെയ്യണം. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഓവാലിറ്റി അതിന്റെ വിത്തിൻ ലിമിറ്റ് ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യം കൂടെ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യാം. എർത്തിങ്ങിലേക്ക് പോകണം. എർത്തിങ്ങിലേക്ക് പോയിട്ട് ഓക്കെ. ഇതിന്റെ ഈ ABCയുടെ ABCയുടെ എർത്തിങ് യൂഷ്വലി ABC വരുന്നത് 500 മീറ്റർ ലെങ്തിലാണ് വരുന്നത്. ഇതിനകത്ത് ഈ സ്കെച്ചിൽ കാണിച്ചിരിക്കുന്നത് ഒരു എൻഡ് എർത്ത് ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡ് ഫ്ലോട്ടിംഗ് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അതിന്റെ വോൾട്ടേജ് നിങ്ങൾക്ക് കാണാം ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് കാണാം ഒരറ്റത്തേക്ക്. അത് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ ആയി കഴിഞ്ഞാൽ വോൾട്ടേജ് കൂടും. നോർമൽ കണ്ടിന്യൂസ് കറണ്ടിനൊക്കെ വോൾട്ടേജ് വിതിൻ ലിമിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 215 അല്ലെങ്കിൽ 250 എന്നൊക്കെ പറഞ്ഞാൽ നോർമൽ കണ്ടിന്യൂസ് കറണ്ടിനൊക്കെ ഇപ്പോൾ 2 കിലോമീറ്റർ ആണെങ്കിലും ഇൻക്രീസ് ഇൻ വോൾട്ടേജ് വിത്തിൻ നമ്മൾ പറഞ്ഞ സ്പെസിഫിക് ലിമിറ്റ്, അതായത് ടെലികമ്മ്യൂണിക്കേഷൻ ഇന്റർഫറൻസിന്റെ ലിമിറ്റ് പറയുന്നത് 65 വോൾട്ട് ആണ്. നോർമൽ കറണ്ടിന് ഒരു കണ്ടിന്യൂസ് കറണ്ടിന് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ പോയാലും വിത്തിൻ 65 വോൾട്ടിലേക്ക് ആയിരിക്കും. പക്ഷെ ഫാൾക്കറിന് വന്നു കഴിഞ്ഞാൽ 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ ഫാൾക്കറിന് വന്നു കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് കുറച്ചും കൂടെ ഹയർ സൈഡ് ആയിരിക്കും. 1 kV 2 kV അങ്ങനെ വരും. അത് പക്ഷെ നമുക്ക് വരുന്ന ഒരു റെക്കമെൻഡ് ചെയ്യാനുള്ള ഇതെന്ന് പറയുന്നത് ABC ഒരു ഡ്രമ്മിൽ വരുന്ന 500 മീറ്റർ ആണ്. അപ്പോൾ 500 മീറ്റർ ആണെങ്കിൽ നിങ്ങൾ സബ്സ്റ്റേഷൻ്റെ എൻഡിൽ നിന്ന് 500 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഷീത്ത് എർത്തിങ് പ്രൊവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ 500 മീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഷീത്ത് എർത്തിങ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നൊരു പ്രശ്നം വരുന്നില്ല. അത് കൂടാതെ ഇനിയിപ്പോൾ മറ്റേ ഈ ഷീത്ത് ഒരു പോയിന്റിൽ എർത്ത് ചെയ്യാവുള്ളൂ. കാരണം രണ്ട് പോയിന്റിൽ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വേറെ അഡീഷണൽ ഒരു 11 kV അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സർക്യൂട്ട് അടുത്തൂടെ പോകുകയാണെങ്കിൽ അതൊരു ഫാൾട്ട് ഉണ്ടായാലും ആ ഫാൾട്ട് കറണ്ട് ഈ ഷീറ്റിൽ കൂടെ ഫ്ലോ ചെയ്ത് തിരിച്ച് സബ്സ്റ്റേഷനിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഷീറ്റിനെ ഡാമേജ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷീറ്റ് എപ്പോഴും ഒരു പോയിന്റിലേ എർത്ത് ചെയ്യാവുള്ളൂ. മെസ്സഞ്ചർ
ഫാൾക്കറിന് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അത് രണ്ടറ്റത്തും എർത്ത് ചെയ്യുക. ഇടയ്ക്ക് എർത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇടയ്ക്ക് എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പല പ്രശ്നങ്ങളും ഉണ്ട്. കാരണം ഫോർ എക്സാമ്പിൾ ഒരേ സബ്സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു 33ഉം ഒരു 2-3 11 കെയും പോവുകയാണെങ്കിൽ അത് അടുത്തുകൂടെയാണ് പോകുന്നതെങ്കിൽ ഈ മെസ്സഞ്ചർ ഓരോ പോസ്റ്റിൽ എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് കൂടെ ഒക്കെ തിരിച്ച് റിട്ടേൺ ഫാൾക്കറിന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ പിയേഴ്സിങ് കോൺടാക്ടേഴ്സ് ആണെങ്കിൽ ആ കോൺടാക്ടേഴ്സ് കത്തിപ്പോകാനും അങ്ങനെയുള്ള ന്യൂസൻസ് ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അത് ഇതിപ്പോൾ ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തില് ഇപ്പോൾ നമ്മൾ സപ്പോസ് ഇപ്പോൾ 500 മീറ്ററിൽ നമ്മൾ എർത്ത് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെയിറ്റ് ജോയിന്റ് വഴി പോവുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ജോയിന്റ് ഇപ്പോൾ ഈ പറഞ്ഞ 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൾട്ട് ഉണ്ടാകുമ്പം ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഈ ഷീത്ത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഷീത്ത് വോൾട്ടേജ് ലിമിറ്റർ എന്നൊരു എക്യുപ്മെന്റ് ഉണ്ട്. അത് റെക്കമെൻഡബിൾ ആണ്. അടുത്ത ഇതാണ് സിംഗിൾ പോയിന്റ് ബോണ്ടിങ് വിത്ത് ഷീത്ത് വോൾട്ടേജ് ലിമിറ്റർ. ഇവിടെ ഒരറ്റത്ത് കണ്ടക്ടറെ കാണിക്കാം. കണ്ടക്ടറിന്റെ വെളിയിലെ ഡോട്ടർ ലൈൻ കാണിച്ചിരിക്കുന്നത് ഷീത്തുകളാണ്. ആ ഷീത്തിന്റെ ഒരു എൻഡ് ഡയറക്റ്റ് ആയിട്ട് എർത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റേ എൻഡ് ത്രൂ ഷീത്ത് വോൾട്ടേജ് ലിമിറ്റർ ആണ്. ഷീത്ത് വോൾട്ടേജ് ലിമിറ്റർ ജസ്റ്റ് ലൈക്ക് എൻ LA. അതൊരു അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ്റെ നമുക്ക് 3 kV ഉണ്ട്, 5 kV ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. കാരണം മാക്സിമം വിഡ്സ്റ്റേൺ വോൾട്ടേജ് ആണത്. പക്ഷേ ഏതാണ് സ്പെസിഫൈ ചെയ്ത് ഇപ്പോൾ 65 വോൾട്ട് ആണെങ്കിൽ ആ 65 വോൾട്ടിലേക്ക് അത് ലിമിറ്റ് ചെയ്യും. വോൾട്ടേജ് റൈസിനെ അത് ലിമിറ്റ് ചെയ്യും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു റെക്കമെൻഡേഷൻ പറയുകയാണെങ്കിൽ കഴിയുന്നത്ര സ്ട്രെയിറ്റ് ജോയിന്റ് ABCയിൽ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം എൻ്റെ ജോയിന്റിങ്ങിൻ്റെ കേസിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്യാം. ഇത് 500 മീറ്റർ ആണെങ്കിൽ 500 മീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ എൻഡ് ചെയ്യുക. MBT വെച്ചിട്ട് എൻഡ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചും കൂടെ ലൈഫും കേബിളിന് ലൈഫ് കിട്ടുന്നത് അത് തന്നെയായിരിക്കും. അടുത്ത ഇതും അതിൻ്റെ ഒരു ഇത് തന്നെയാണ്. ഒരു സൈഡിൽ SPL, മറ്റേ സൈഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് എർത്ത് ചെയ്തിരിക്കുന്നു. പിന്നെ അതുപോലെ എർത്ത് ചെയ്യുന്ന സമയത്ത് കഴിയുന്നത്ര ഫാർ എൻഡിൽ എർത്ത് ചെയ്യാൻ നോക്കുക. സബ്സ്റ്റേഷനിൽ നിന്ന് അറ്റത്ത് മറ്റേ ഒരു സബ്സ്റ്റേഷനിൽ വേറെ സബ്സ്റ്റേഷനിലേക്കാണെങ്കിൽ മറ്റേ സബ്സ്റ്റേഷനിൽ എർത്ത് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്ന സബ്സ്റ്റേഷനിൽ അത് ഫ്ലോട്ടിംഗ് ആയിട്ട് വിടുക. ഓക്കെ, ഇനി ടെസ്റ്റുകളാണ്. ABCയിലുള്ള ടെസ്റ്റ് മെത്തേഡ്സ് ആണ്. ശരിക്കും അത് കേബിൾ ചെയ്യുന്ന ടെസ്റ്റുകളൊക്കെ തന്നെയാണ് ABCക്കകത്തും ചെയ്യുന്നത്. അപ്പം എൻ്റെ ഫാക്ടറി അക്സെപ്റ്റൻസ് ടെസ്റ്റ് ഇതിനകത്ത് ഞാൻ വായിക്കാം. ജസ്റ്റ് അനീലിംഗ് എന്ന് പറഞ്ഞാൽ കോപ്പറിനുള്ളതാണ്. അത് അനീലിംഗ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ്. ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത് കുറച്ച് നേരം ടെമ്പറേച്ചർ വെച്ച് അത് കൂൾ ചെയ്യാനൊക്കെ ഒരു പ്രോസസ്സാണ്. സാധാരണ നമ്മൾ കോപ്പറിലേക്ക് പോകത്തുകൊണ്ട് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അലൂമിനിയത്തിൻ്റെ അകത്താണെങ്കിൽ ടെൻസൈൽ ടെസ്റ്റ്, അത് നമ്മൾ അതിൻ്റെ ടെൻഷൻ റിക്വയർഡ് ടെൻഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് മാറും. അപ്പോൾ അതിനുള്ള റിക്വയർഡ് ടെൻഷൻ കൊടുത്തിട്ട് അതിൻ്റെ ടെസ്റ്റ് വാല്യൂ വിതിൻ ലിമിറ്റ് ആണോ നോക്കുക. റാപ്പിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാലും അലൂമിനിയത്തിന് മാത്രമേ ഉള്ളൂ. അതും ഇതിൻ്റെ ടെൻഷൻ്റെ തന്നെ ഒരു ഭാഗമാണ്. പിന്നെ കണ്ടക്ടർ റെസിസ്റ്റൻസ്, DC റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യണം. അപ്പോൾ അതും ഡിപ്പെൻഡ്സ് ഓൺ ദി ഏരിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ടെസ്റ്റ് ഫോർ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ, എക്സെൻട്രിസിറ്റി, ഇതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നേരത്തെ പറഞ്ഞ പോലെ നോവാലിറ്റി അല്ലെങ്കിൽ എക്സെൻട്രിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേബിൾ ഡിസൈനിൽ. അതിനകത്ത് നമ്മൾ അതിൻ്റെ നേരത്തെ മിനിമം തിക്നെസ്സും മാക്സിമം തിക്നെസ്സും ഉണ്ടാവും. അതിൻ്റെ റേഷ്യോ എടുത്തിട്ട് അത് വിതിൻ ലിമിറ്റ് ആണോ എന്നുള്ളത് അതൊന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ഹോട്ട് സെറ്റ് ടെസ്റ്റ് ഫോർ ഇൻസുലേഷൻ. അത് ടെമ്പറേച്ചർ ഹോട്ട് സെറ്റിൽ കേബിള് ഒരു 200 ഡിഗ്രി സെൽഷ്യസിലേക്ക് റേസ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ വെച്ചതിന് ശേഷം അതിൻ്റെ ഇൻസുലേഷൻ്റെ ടെസ്റ്റാണ് അവിടെ ചെയ്യുന്നത്. ഇൻസുലേഷൻ XLP ഇൻസുലേഷൻ ആണെങ്കിലും ഔട്ടർ ഷീറ്റ് ആണെങ്കിലും അത് പീൽ ചെയ്തിട്ട് അതിനകത്തൊരു പ്രിസ്ക്രൈബ്ഡ് ടെൻഷൻ, യൂഷ്വലി ടെൻഷൻ ടിപ്പിക്കൽ ടെൻഷൻ വാല്യൂ 20 Nm/cm² ആണ്. അത് കൊടുത്തിട്ട് അതിൻ്റെ എലോങ്ങേഷൻ എത്രയുണ്ടെന്ന് നോക്കും. അതേപോലെ ടെമ്പറേച്ചർ തണുത്തതിന് ശേഷം അതിൻ്റെ പെർമനന്റ് എലോങ്ങേഷനും എത്രയാണെന്നുള്ളത്, അതിൻ്റെ പെർസെൻറ്റേജ് ഷുഡ് ബി വിതിൻ ലിമിറ്റ് ആയിരിക്കണം. അതാണ് ഹോട്ട് സെറ്റ് ടെസ്റ്റ്. ടെൻസൈൽ സ്ട്രെങ്ത് എലോങ്ങേഷൻ ബ്രാക്കറ്റ് സെറ്റ് ഫോർ ഇൻസുലേഷൻ ഔട്ടർ ഷീറ്റ്. അത് ടെമ്പറേച്ചർ ഇല്ലാതെ നേരിട്ട് ടെൻസൈൽ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ടെൻസൈൽ സ്ട്രെങ്ത് എലോങ്ങേഷൻ.
അതിൽ നമ്മൾ കൊടുക്കുന്ന ടെൻസൈൽ സ്ട്രെങ്ത് 12.5 Newton/mm² ആണ്. എലോങ്ങേഷൻ അറ്റ് ബ്രേക്ക് മാക്സിമം 200% ലെങ്തിന്റെ. ഇപ്പോൾ ഇനീഷ്യൽ 10 സെന്റിമീറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ ആണെങ്കിൽ മാക്സിമം 20 സെന്റിമീറ്റർ വരെ പോകാം, 200% വരെ പോകാം. ഇനിയുള്ളത് പാർഷ്യൽ ഡിസ്ചാർജ് ടെസ്റ്റ് ആണ്. അത് സ്ക്രീൻ കേബിൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്ക്രീൻ കേബിൾ ആണ്. നമ്മുടെ സാധാ UG കേബിൾ ആണെങ്കിലും ABC ഒക്കെ ആണെങ്കിലും എല്ലാം സ്ക്രീൻ കേബിൾ ആണ്. പാർഷ്യൽ ടെസ്റ്റിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് 1.75 ടൈംസ് U0. അതായത് ഇപ്പോൾ 33 ആണെങ്കിൽ 19 kV, അതായത് 19 × 1.75 ടൈംസ് അത്രയും വോൾട്ടേജ് ഒരു 10 സെക്കൻഡ് കൊടുക്കുക. അതിന് അത്രയും വോൾട്ടേജ് റേസ് ചെയ്ത് 10 സെക്കൻഡ് നിർത്തുക. എന്നിട്ട് അത് വോൾട്ടേജ് ഡിക്രീസ് ചെയ്തിട്ട് 1.5 ടൈംസ് ആക്കിയിട്ട് നിർത്തുക. എന്നിട്ടാണ് പാർഷ്യൽ ഡിസ്ചാർജ് മെഷർ ചെയ്യുന്നത്. അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 10 പിക്കോകൂളം ആയിരിക്കണം. പിന്നെ ഹൈ വോൾട്ടേജ് ടെസ്റ്റ് രണ്ട് തരം ടെസ്റ്റുകളുണ്ട്. ഒന്ന് ഇമ്പൾസ് വോൾട്ടേജ് ടെസ്റ്റും, രണ്ട് പവർ ഫ്രീക്വൻസി ടെസ്റ്റുമാണ്. പവർ ഫ്രീക്വൻസി ടെസ്റ്റിൽ ഇപ്പോൾ 11 kV ആണെങ്കിൽ 28 kV ഫോർ 1 മിനിറ്റ് വിത്ത് സ്റ്റാൻഡും, 33 kV ആണെങ്കിൽ ഇറ്റ് ഈസ് 70 kV ഫോർ 1 മിനിറ്റ് വിത്ത് സ്റ്റാൻഡും. അതേപോലെ ഇമ്പൾസ് ആണെങ്കിൽ അത് കുറേ സൈക്കിൾസ് ആണ്, 10 സൈക്കിൾസ് പോസിറ്റീവ് സൈക്കിൾസ് അല്ലെങ്കിൽ 10 നെഗറ്റീവ് സൈക്കിൾസ്. വോൾട്ടേജ് ലെവൽ എന്ന് പറഞ്ഞാൽ 11 kV ആണെങ്കിൽ 75 kVയും 33 ആണെങ്കിൽ 170 kV ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് 10 പോസിറ്റീവ് സൈക്കിൾസ് ഇംപ്രസ് ചെയ്യും ടെസ്റ്റ് സ്പെസിമെനിൽ. അതേപോലെ 10 നെഗറ്റീവ് സൈക്കിളും ഇംപ്രസ് ചെയ്യും. എന്നിട്ട് വിഷ്വൽ ഡാമേജ് നോക്കും. വിഷ്വൽ ഡാമേജ് ഇല്ലെങ്കിൽ ടെസ്റ്റ് പാസ്സാവും. അതിന് കുറച്ച് ലെങ്ത് എടുത്ത് ഒരു 10-15 മീറ്റർ ലെങ്ത് വേണ്ടി വരും. കാരണം ഇത് ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് അതിൻ്റെതായ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. പിന്നെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ്, വോളിയം റെസിസ്റ്റിവിറ്റി ആണ്, ക്രോസ് ലിങ്കിങ് ടെസ്റ്റ് ഫോർ ക്രോസ് ലിങ്കിങ് എക്സ്ട്രൂഡഡ് സെമി കണ്ടക്ടിങ് സ്ക്രീൻ. അത് അതിൻ്റെ തിക്നെസ്സും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്. അതായത് എത്ര അതിൻ്റെ ടെൻഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാം, എത്ര എലോങ്ങേഷൻ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. റൂട്ടീൻ ടെസ്റ്റിനകത്ത് കണ്ടക്ടർ റെസിസ്റ്റൻസ് ഉണ്ട്, പാർഷ്യൽ ഡിസ്ചാർജ് ഉണ്ട്, ഇപ്പോൾ ഹൈ വോൾട്ടേജ് ടെസ്റ്റും ഉണ്ട്. ഇതാണ് യൂഷ്വൽ ടെസ്റ്റുകൾ. സാധാരണ കേബിളിലുള്ള അണ്ടർഗ്രൗണ്ട് കേബിളിലുള്ള ടെസ്റ്റുകളൊക്കെ തന്നെയാണ് ABCയിൽ ഉള്ളത്. ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ ആണ് കുറച്ച് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കേസുകൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ HT ലൈനിലൊക്കെ ആണെങ്കിൽ ഫാഗ് ആൻഡ് ലൈനിൽ 11 kV ഫാഗ് ആൻഡ് ലൈനിലൊക്കെ ഇത് പ്രശ്നം ഉണ്ടാവില്ല. മിഡിലൊക്കെ ആണെങ്കിൽ കഴിയുന്നത്ര LAS പ്രൊവൈഡ് ചെയ്യുക. കാരണം ഈ സ്വിച്ചിങ് സർജസ് ആണെങ്കിലും മറ്റുള്ള സർജസിനൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ മിഡിൽ പോയിന്റ്സിലൊക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എൻ്റെ നേരത്തെ പറഞ്ഞ പോലെ മെറ്റാലിക് ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ തിക്നെസ്സും അതിൻ്റെ ഓവർലാപ്പും എൻഷുർ ചെയ്യണം. മിനിമം 20% ഓവർലാപ്പെങ്കിലും വേണം. അതിൻ്റെ തിക്നെസ് ഷുഡ് ബി ഏബിൾ ടു ക്യാരി ദി റിക്വയർഡ് ഫാൾ കറണ്ട്. പിന്നെ ബോണ്ടിങ് ഓഫ് മെറ്റാലിക് സ്ക്രീൻ, നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയിന്റിൽ മാത്രമേ മെറ്റാലിക് സ്ക്രീൻ ചെയ്യാവുള്ളൂ. അത് കഴിയുന്നത്ര ഈ സ്ട്രേറ്റ് ജോയിന്റ് ഒഴിവാക്കിയിട്ട് 500 മീറ്ററിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻബോക്സ് വെക്കുക, MBT വെക്കുക, അടുത്ത ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ഇതിൻ്റെ ലൈഫ് കൂടുന്നത്. അപ്പോൾ HT 11 kV ഇത് വലിയ അത്ര കുഴപ്പം ഇതുവരെ കണ്ടിട്ടില്ല, വലിയ പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ 33 വരുന്നതും വോൾട്ടേജ് കൂടുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആ സ്ട്രെസ് കൂടുന്നുണ്ട്. സ്ട്രെസ് കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഷീറ്റിൽ വരുന്ന ഷീറ്റിലെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും അതേപോലെ ഈ ഇത് സെപ്പറേറ്റ് ചെയ്യാനുള്ള ചാൻസുകളും അങ്ങനെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഹയർ വോൾട്ടേജിലേക്ക് 33 എബോവ് വോൾട്ടേജിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും അത് ശരിക്കും സ്റ്റഡി ചെയ്യേണ്ട ഒരു കേസുകളാണ്. 11 kV വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ എങ്കിലും എന്നിരുന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിൻ്റെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ റിലയബിലിറ്റി, സപ്ലൈയുടെ റിലയബിലിറ്റി ഒക്കെ നമുക്ക് വളരെ കൂട്ടാൻ കഴിയും. ഇത് ജനറൽ പോയിന്റ്സ് ഒക്കെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഇതിനകത്ത് വർക്ക്മാൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വലിക്കുന്ന സമയത്തുള്ളത്. ഔട്ടർ ഷീറ്റിലെ മോയ്സ്ചർ ഇൻഗ്രസ് ഒക്കെ പ്രിവെന്റ് ചെയ്യണം ഔട്ടർ ഷീറ്റ്. അപ്പോൾ അതിനകത്തൊക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ
മെറ്റാലിക് സ്ക്രീനിലേക്കൊക്കെ ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് അത് കേബിൾ നശിക്കാനുള്ളതുണ്ട്. തിക്നെസ് ഓഫ് ദ മെറ്റാലിക് സ്ക്രീൻ ഷുഡ് ബി അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ 20% ഒക്കെ വേണം. ഓവർലാപ്പ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എർത്തിങ് പ്രാക്ടീസ് അതും നേരത്തെ പറഞ്ഞാണ്. ജോയിൻറ്റിങ്, അതായത് ഇതിനകത്ത് 2 തരം ജോയിൻ്റ് ഒക്കെ സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്. സ്ട്രേറ്റ് ജോയിൻറ്റ് ചെയ്യാറുണ്ട്, എൻഡ് ജോയിൻറ്റും ചെയ്യാറുണ്ട്. അതിൽ അധികം റെക്കമെൻഡ് ചെയ്യുന്നത് എൻഡ് ജോയിൻറ്റ് തന്നെയാണ് നല്ലത് സ്ട്രേറ്റിനെക്കാളും. കാരണം സ്ട്രേറ്റ് ജോയിൻറ്റ് നമ്മൾ ഈ മെറ്റാലിക് ഷീറ്റിൻ്റെ ഒക്കെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി നമ്മൾ ബ്രൈഡഡ് കോപ്പറും അല്ലെങ്കിൽ കോപ്പർ മെഷൊക്കെ ഉപയോഗിച്ചിട്ട് 2 സൈഡിലുള്ള 2 ജോയിൻറ്റിൽ 2 സൈഡിലുള്ള കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യും. പക്ഷെ അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇത് മറ്റേ അതായത് മെറ്റാലിക് ഈ ബ്രൈഡഡ് അല്ലെങ്കിൽ മറ്റേ മെഷ് കോപ്പർ മെഷ് അടുത്ത സ്റ്റേജിലെ മെറ്റാലിക് ഷീറ്റിന്റെ മുകളിലേക്ക് വെച്ചിട്ട് അവർ ബൈൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും ഷാർപ്പ് എഡ്ജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഷാർപ്പ് എഡ്ജ് വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി 33 kV ആൻഡ് എബോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് അത് അവിടെ ഹൈ ഫീൽഡ് കോൺസെൻട്രേറ്റ് ചെയ്യാം. ആ പോയിന്റിൽ നിന്ന് ഫാൾട്ട് വരാം. ആ ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ നേരിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഒരു ഭാഗത്ത് എർത്ത് ചെയ്തിട്ടുണ്ടല്ലേ മെറ്റാലിക് സ്ക്രീൻ, ആ മെറ്റാലിക് സ്ക്രീൻ ഇപ്പോൾ ഇൻബിറ്റ്വീനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മെറ്റാലിക് സ്ക്രീനിൻ്റെ ഒരു പോർഷനിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സഫീഷ്യൻ്റ് അല്ലെങ്കിൽ മെറ്റാലിക് സ്ക്രീൻ സഫീഷ്യൻ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാൾട്ടിന് സഫീഷ്യൻ്റ് അല്ലെങ്കിൽ അത് ഡാമേജ് ആവും. വൺസ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ആയിരിക്കും. കാരണം മെറ്റാലിക് സ്ക്രീനിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല, ഇലക്ട്രിക്കൽ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. കണ്ടിന്യൂറ്റി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ പോയിന്റിലൊക്കെ ഷാർപ്പ് എഡ്ജസ് ഒക്കെ ഉള്ള പോയിന്റ് അവിടെ കൊറോണ ഇൻഡ്യൂസ് ചെയ്യും. കൊറോണ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും, അതായത് ഔട്ടർ ഷീറ്റ് ആണെങ്കിലും XLP ആണെങ്കിലും പെട്ടെന്ന് തീ പിടിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് തീ പിടിച്ച് കുറെ കഴിഞ്ഞിട്ടേ ട്രിപ്പിങ് നടക്കുന്നുള്ളൂ ABC-യുടെ കേസിൽ. അതായത് തീ പിടിച്ച് ഉരുകി കണ്ടക്ടറും ഒക്കെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്തായിരിക്കും ശരിക്കും സബ്സ്റ്റേഷനിൽ നിന്ന് ട്രിപ്പ് ആവുന്നത്. അപ്പോൾ അതുവരെ ഇങ്ങനെ തീ ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ ടൗണിൽ കൂടെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ടെർമിനേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിയുന്നത്ര സ്ട്രെയിറ്റ് ഇല്ലാതെ എൻഡ് ജോയിൻസ് ചെയ്യുക. എൻഡ് ജോയിൻസ് MBT വെച്ച് ചെയ്യാം. കാരണം വോൾട്ടേജ് ടാപ്പ് ഉണ്ട്, മെക്കാനിക്കൽ വോൾട്ടേജ് ടാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്രോയിങ് MBT എന്ന് പറയുന്നത് ഇതൊരു മെക്കാനിക്കൽ വോൾട്ടേജ് ടാപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പോയിന്റ് നമുക്ക് എടുക്കാൻ കഴിയും അവസാനത്തിൽ. അപ്പോൾ ഇത് വെച്ചിട്ട് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ജോയിന്റിങ്ങിന്റെ കേസ് അതാണ്. പിന്നെ കേബിൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ വളരെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക. അതിൻ്റെ പ്രോപ്പർ എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്തിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ABC കേബിൾസിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം താഴത്തു കൂടിയിട്ട് വലിക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് അൺഡ്യൂ സ്ട്രെസ്സൊക്കെ ഉണ്ടാവാത്ത രീതിയിൽ അവസാനം ലേ ചെയ്യണം. ലോഡിങ് അൺലോഡിങ് ഡ്രംസ് ഒക്കെ എല്ലാത്തിനും അതിൻ്റെ കെയർ എടുക്കണം. ഹോൾസ് ഇൻ ദ ഔട്ടർ കവറേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. വെച്ചാൽ റോഡൻസ് ഒന്നും കയറാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ജാക്ക് ഓർ ടേൺ ടേബിൾ അതായത് കേബിൾ നമ്മൾ ഡ്രോ ചെയ്യാൻ എടുക്കുന്ന സമയത്ത് കഴിയുന്നത്ര ടേൺ ടേബിൾ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. അല്ലാതെ സാധാരണ ഡ്രമ്മൊക്കെ മനത്തിട്ട് ഇതൊക്കെ വലിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ABC-യെ സംബന്ധിച്ചിട്ട് അത് ഭയങ്കര ഡിട്രമെന്റൽ ആയിരിക്കും. ഓക്കെ, അതാണ് ABC വലിക്കുന്ന സമയത്ത് അത് നമ്മൾ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹാർഡ് സർഫസിൽ അത് റബ്ബ് ചെയ്യാതൊക്കെ നോക്കണം. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടർ ഷീറ്റിന് ഡാമേജ് വരാം. ചിലപ്പോൾ ഉള്ളിലുള്ള മെറ്റാലിക് ഷീറ്റിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും. റോളേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ചിത്രം കാണിച്ചു തരാം. അതിൻ്റെ ടേൺ ടേബിള് ഓക്കെ ഓക്കെ ഇതാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് അറേഞ്ച്മെന്റ്സ് ട്രക്കിൽ. അപ്പോൾ ഒന്ന് ട്രക്കിൽ നിന്ന് തന്നെ നേരിട്ട് അവിടെ ടേൺ ടേബിൾ വെച്ചിട്ട് അതിൽ കൂടെ വലിച്ചിട്ട് കൊണ്ടുവരുന്ന മെത്തേഡ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ടേൺ ടേബിൾ താഴ്ത്തി വെച്ചിട്ട് ട്രക്കിൽ നേരെ ഇത് കേബിൾ അതിലേക്ക് ലോഡ് ചെയ്തിട്ട് ചെയ്യാം. ഇത് ചില മെത്തേഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ചില ചെയ്യാം. ഇതിപ്പോൾ ഇത് ഫസ്റ്റ് സാധനത്തിലേക്ക് സ്മൂത്തായിട്ട് ടേൺ ടേബിളിൽ നിന്ന് സ്മൂത്തായിട്ട് പുള്ളി വഴി എവിടെയാണോ വലിക്കേണ്ടത് അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. മറ്റേത് അതിൻ്റെ താഴത്ത് ഒരു പ്രോപ്പർ ഇംപ്രോപ്പർ ആയിട്ടുള്ള സാധനം കാണിച്ചിട്ടുണ്ട്. അവിടെ കേബിളിനകത്ത് ബെൻഡ് വരുന്നുണ്ട്. ആ കേബിളിന്റെ ബെൻഡ് വരാത്ത രീതിയിൽ പുള്ളികൾ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക.
അതേപോലെ വളരെ ഷാർപ്പ് ടേൺ വരുമ്പോൾ ഷുഡ് ബി റൺ ത്രൂ എ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് പുള്ളീസ് കൂടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കേബിള് കുറെ കൂടെ സ്മൂത്ത് ആയിരിക്കും. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഇന്റേണൽ ഡാമേജ് മെക്കാനിക്കൽ ഇതിനാണെങ്കിലും ഷീറ്റിനൊക്കെ ആണെങ്കിൽ ഇന്റേണൽ ഡാമേജ് ഉണ്ടാവാതിരിക്കും. കാണിച്ചിരിക്കുന്ന ചില എങ്ങനെ ചെയ്യാം മീൻസ് നെവർ അലോ എന്നൊരു കാണിച്ചിട്ടുണ്ട്. കാരണം അത് കുറച്ച് പോളിഗൺ പോലെ വരുന്നുണ്ട്. പോളിഗൺ പോലെ വന്നു കഴിഞ്ഞാൽ ഷാർപ്പ് എഡ്ജസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കേബിളിന് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ചില കൺസ്ട്രക്ഷൻ പ്രാക്ടീസുകളാണ് അത്. പിന്നെ അതുപോലെ വരിക്കുന്നത് വിഞ്ചൊക്കെ വെച്ച് വലിച്ചാൽ നന്നായിരിക്കും. കാരണം കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും. മറ്റേ ജീപ്പൊക്കെ ആണെങ്കിൽ കുറെ ജെർക്കിങ് വരും. പക്ഷെ നമ്മളിപ്പം സാധാരണ ചെയ്യുന്നതൊക്കെ ജീപ്പ് വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ജെർക്കൊക്കെ ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. മറ്റേ അത് റോളേഴ്സിന്റെ യൂസ് ഒക്കെ പറഞ്ഞു നേരത്തെ. അതായത് ഇനി വേറെ ശ്രദ്ധിക്കേണ്ടത് കേബിൾസ് റോളറൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോളിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ട്രക്ചറിലോ മരത്തിലോ ഒന്നും വരാതെ നോക്കണം. ബെൻഡിങ് റേഡിയസ് അലൗ ചെയ്ത ബെൻഡിങ് റേഡിയസിനേക്കാളും കൂടുതലാകാൻ പാടില്ല. ഷാർപ്പ് ബെൻഡിങ് വന്നു കഴിഞ്ഞാൽ സാധാരണ കേബിൾ നമ്മുടെ അണ്ടർഗ്രൗണ്ട് കേബിളും ഷാർപ്പ് ബെൻഡിങ് പറ്റില്ല. കാരണം ഓൾറെഡി ഇലക്ട്രിക്കൽ സ്ട്രെസ് ഉണ്ടാവും. കൂടാതെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ XLPയിൽ മെക്കാനിക്കൽ സ്ട്രെസ്സും ഉണ്ടാവും. അപ്പോൾ ആ പോയിന്റിൽ ഈ പറഞ്ഞ പോലെ അത് ഫെയിലിയർ ആവാൻ ചാൻസ്. രണ്ട് സ്ട്രെസ്സും വരും, മെക്കാനിക്കലും വരും ഇലക്ട്രിക്കലും വരും. പക്ഷേ ഈ ABCയിലാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഈ മെറ്റാലിക് സ്ക്രീനും കൂടെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർ എടുക്കണം. ഇത് വലിക്കുന്ന സമയത്ത് ബെൻഡിങ് റേഡിയസ് വളരെ സ്മൂത്ത് ആയിരിക്കണം. പിന്നെ മറ്റേ അത് ലൂപ്പൊക്കെ ടൈ ചെയ്യുന്നത് മറ്റേ പ്ലാസ്റ്റിക് ടൈയേ പറ്റുള്ളൂ. മെറ്റാലിക് വയറാണെങ്കിൽ അതിനകത്ത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടെങ്കിൽ അത് തന്നെ അവിടെ കത്തി ബേൺ ചെയ്ത് അത് ഔട്ടർ ഷീറ്റൊക്കെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആംഗിൾ പോയിന്റ്സിൽ ടെൻഷൻ ക്ലാംസ് വെച്ചിട്ടാണ്, സാധാരണ ടെൻഷൻ ക്ലാംസ് തന്നെയാണ്, അത് വെച്ചിട്ടാണ് വലിക്കുന്നത്. അതിനകത്ത് ടെൻഷൻ ക്ലാമ്പിന്റെ ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഷുഡ് ബി സച്ച് എ വേ ദാറ്റ് എന്തെങ്കിലും മരങ്ങളൊക്കെ വീണാൽ തന്നെയും പോസ്റ്റ് ഒടിയാത്ത രീതിയിലുള്ള അതിൻ്റെ സ്ട്രെങ്ത് അങ്ങനെ ആയിരിക്കണം. സോ ദാറ്റ് ആ ക്ലാമ്പ് പൊട്ടി താഴത്തേക്ക് വീഴണം, പോസ്റ്റിനൊന്നും പറ്റരുത്. അപ്പോൾ ആ രീതിയിലുള്ള ക്ലാമ്പുകളാണ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഒക്കെ ക്ലാമ്പിൻ്റെ ബ്രേക്കിംഗ് സ്ട്രെങ്ത് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള നോക്കി തന്നെ ചെയ്യണം. അതാണ്. പിന്നെ HT ലൈനും OH ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ക്ലിയറൻസുകളൊക്കെയാണ് പറയുന്നത്. ഈ ABCയുടെ മുകളിൽ OH വരികയാണെങ്കിൽ ABC സൈഡിലേക്ക് വെച്ചിട്ട് കാന്റിലിവർ പോലെ ക്രോസ് വെച്ച് വലിച്ചാൽ ഒന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ മറ്റേത് പൊട്ടി ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ ഷീറ്റൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ശ്രദ്ധിക്കണം. അതായത് കണ്ടിന്യൂറ്റി കോപ്പർ സ്ക്രീൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് കംപ്ലീറ്റ് കോപ്പർ സ്ക്രീനിന്റെ കണ്ടിന്യൂറ്റി മൾട്ടിമീറ്റർ എല്ലാം വെച്ചിട്ട് ചെക്ക് ചെയ്യണം. അത് നിങ്ങൾ വേറെ ലൈൻ പാരലായിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ചെക്കിങ് പോലും കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. കാരണം വെച്ചാൽ അത് കണ്ടിന്യൂറ്റി ചിലപ്പോൾ ഇൻഡക്ഷൻ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷെ എങ്കിലും അത് വേറെ എന്തെങ്കിലും മെത്തേഡിൽ ചെയ്താൽ ഒന്നായിരിക്കും. നേരത്തെ പറഞ്ഞാൽ കേബിൾ ടെർമിനേഷൻ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ജോബാണ്. അത് സ്കില്ലായിട്ടുള്ള ആൾക്കാരെ തന്നെ അതിൻ്റെ കമ്പോണന്റ് അതിൻ്റെ കേബിൾ ജോയിന്റും കിറ്റുകളും റേക്കം അങ്ങനെയുള്ള നല്ല കിറ്റ് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുന്ന അവൻ്റെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കൊണ്ട് തന്നെ കേബിൾ ടെർമിനേഷനും ചെയ്യിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലൈഫ് കുറെ കൂടെ കിട്ടും. സ്ട്രൈറ്റ് ജോയിന്റ്സ് MBT നേരത്തെ പറഞ്ഞതാണ്. സ്ക്രാച്ച് ഷീറ്റ് can be sealed with high voltage. ഓക്കെ, ഔട്ടർ ഷീറ്റിലേക്കുള്ള ചെറിയ സ്ക്രാച്ച് ഒക്കെ ആണെങ്കിൽ അത് വോൾട്ടേജ് മറ്റേ ഷീറ്റ് ഷ്രിങ്കബിൾ ടേപ്പ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെറിയ ഡാമേജ് ഒക്കെ ആണെങ്കിൽ അത് വെച്ച് ചെയ്യാം. അതുകൊണ്ട് പ്രശ്നമില്ല. കോപ്പർ സ്ക്രീൻ ഷാൽ നെവർ ബി എർത്ത് മോർ ദാൻ 1 പോയിന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കേസാണ്. എക്സ്റ്റേണൽ ഫോൾട്ട് കോപ്പർ സ്ക്രീൻ ഡാമേജിങ് ഇറ്റ്. മെസ്സഞ്ചർ രണ്ടിലും എർത്ത് ചെയ്യാം. അത് ഫാൾക്കറിനും കൂടെ എടുക്കാനുള്ളൊരു ഇതാണ്. അതുകൊണ്ട് മെസ്സഞ്ചർ രണ്ടിലും എർത്ത് ചെയ്യുക. ഓക്കെ, ഇതാണ് അതിൻ്റെ ടെൻഷൻ ക്ലാമ്പിൻ്റെ അറേഞ്ച്മെന്റ്സ്. അവിടെ മറ്റേ സ്റ്റീൽ സ്ട്രാപ്പ് ഇതൊക്കെ കാണാം. സ്റ്റീൽ സ്ട്രാപ്പ് പോളിൽ വൈൻഡ് ചെയ്തിട്ട് അതിലാണ് ടെൻഷൻ ക്ലാമ്പുകൾ വെച്ചിരിക്കുന്നത്. മറ്റേ മെസ്സഞ്ചർ വയർ ത്രൂ ക്ലാമ്പിൽ കൂടെ പോകും. മറ്റേ ABC കണ്ടക്ടേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് വേറെയും പോകും. അപ്പുറത്തെ ഇപ്പുറത്തുള്ള 2 ടെൻഷൻ ക്ലാമ്പുകളാണ്.
ടെൻഷൻ ക്ലാമ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മറ്റേ സ്റ്റീൽ സ്ട്രാപ്പിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷൻ ക്ലാമ്പ് ഇതാണ് സസ്പെൻഷൻ ക്ലാമ്പിന്റെ. അതും ഇതുപോലെ സ്റ്റീൽ സ്ട്രാപ്പിലാണ് ആ സാധനം ടെൻഷൻ ചെയ്തിരിക്കുന്നത്. സസ്പെൻഷന്റെ മെസ്സഞ്ചർ വയറാണ് ക്ലാമ്പിന്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. മെസ്സഞ്ചർ വയറാണ്. മറ്റേത് ക്ലാമ്പിൽ എവിടെയും കയറാതെ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നതാണ്. നേരത്തെ പറഞ്ഞ MBT ആണ്. MBTയുടെ നമുക്ക് ഒരു ഫേസിൽ ഒരു MBT വെച്ചിട്ട് 3 ഫേസിൽ 3 വരും. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ടാപ്പ് നിങ്ങൾക്ക് കിട്ടും. അത് 11 kV ആണോ 33 kV ആണോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള MBTകൾ യൂസ് ചെയ്യാം. ഇത് ഇൻബോക്സ് ചെയ്തു വെച്ചതാണ്. ഇതൊരു ഫെയിലിയറിന്റെ ഇതാണ് കാണിക്കുന്നത്. അതായത് ഒരു ഷീറ്റിലുള്ള ബ്രേക്ക്. ഷീറ്റിൽ ഇതുപോലെ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബ്രേക്കിംഗ് പോയിന്റിലായിരിക്കും കൊറോണ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അത് കൊറോണ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഔട്ടർ ഷീറ്റ് ആണെങ്കിലും XLP ആണെങ്കിലും അത് ഫയർ ക്യാച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതും അതിലൊരു ഔട്ടർ ഷീറ്റിലുണ്ടായ ഒരു ഫെയിലിയർ ആണ്. അത് ടെമ്പറേച്ചർ, അത് ക്ലൈമാറ്റിക് കണ്ടീഷനും എല്ലാം അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള കെയറും നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ TR XLP ഒക്കെ ആണെങ്കിൽ ലൈഫ് കിട്ടും. ഈ ഡിപ്പെൻഡിങ് ഓൺ ദ ക്ലൈമാറ്റിക് കണ്ടീഷനൊക്കെ. ഓരോ ഫെയിലിയർ മോഡാണ്. കേബിൾ വലിച്ചതിന്റെയാണ്. കേബിൾ വലിച്ച ഓക്കെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൃഷ്ണകുമാർ ഒരു സംശയം ചോദിച്ചോട്ടെ? അതായത് നിങ്ങൾ ഈ വാട്ടർ സൊല്ലബിൾ ടൈപ്പ് വേണമെന്ന് പറഞ്ഞല്ലോ, റെക്കമെൻഡ് ചെയ്യാൻ. നമ്മുടെ ഈ മെറ്റാലിക് ഷീറ്റിന്റെ പുറത്ത് ഈ വാട്ടർ സൊല്ലബിൾ ടൈപ്പ് വെക്കുമ്പോൾ അതിന്റെ തിക്നെസ് എത്ര വേണമെന്നാണ് പറയുന്നത്? വാട്ടർ സൊല്യൂബിൾ ടേപ്പ് നമുക്ക് ഈ ബെഡിങ് ടേപ്പ് പോലത്തെയാണ്. തിക്നെസ് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അത് അവർ തരുന്നതായിരിക്കും. അതായത് നമുക്കങ്ങനെ തിക്നെസ് ഒന്നും പറയുന്നില്ല നമ്മൾ. അങ്ങനെ വരുമ്പോ ഒരു സംശയം. കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷമാണെന്ന് തോന്നുന്നു, നമ്മളിപ്പോ ഷൊർണൂര് നമുക്ക് ഇതുപോലെ ഒരു HT ABC കൊണ്ട് ഇറക്കിയപ്പോൾ അവര് ഡ്രോ ചെയ്യുമ്പോൾ ഈ മെറ്റാലിക് ഷീറ്റിന്റെ പുറത്തുള്ള ഇൻസുലേഷൻ ഉണ്ടല്ലോ, അത് സ്ലിപ്പ് ചെയ്ത് പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ വാട്ടർ സ്വെല്ലബിൾ ടേപ്പ് കൊണ്ടാണോ ഈ സ്ലിപ്പ് ചെയ്ത് പോകുന്നത് എന്നൊരു സംശയം നമുക്കൊന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ആ ഒരു മനസ്സിലായോ? അതായത് ഫേംനെസ് ഇല്ല ഇത് തമ്മിലേ. മെറ്റാലിക് ഷീറ്റ് സ്ലിപ്പ് ചെയ്ത് പോകുന്ന, അത് സ്ലിപ്പ് ചെയ്യാൻ അതായത് ടൈറ്റ് ആയിരിക്കണം സാറേ. കാരണം വെച്ച് കഴിഞ്ഞാല് ഔട്ടർ ഷീറ്റും മെറ്റാലിക് ഷീറ്റും ഈ വാട്ടർ സൊല്യൂബിൾ ടേപ്പ് ഉണ്ടല്ലോ, ബെഡ് ഉണ്ടല്ലോ, അതും വളരെ ടൈറ്റ് ആയിട്ട് അതിന്റെ സ്ലിപ്പേജ് ഇല്ലാത്ത, അതായത് അതിന്റെ സ്ലിപ്പേജ് ഇല്ലാത്ത രീതിയിലുള്ള സാധനം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. കോപ്പർ ടേപ്പ് മാറിക്കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവും. ശരിക്കും അതൊരു കൺസ്ട്രക്ഷണൽ ഡിഫക്റ്റ് ആയിട്ട് കണക്കാക്കണം അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ഓക്കെ. ഹൈലി തിയററ്റിക്കൽ ആയിപ്പോയി. ശരിക്കും എഞ്ചിനീയറിംഗ് കോളേജിൽ ഇരുന്ന ഓർമ്മയാണ് ഇപ്പൊ വരുന്നത്. ഭയങ്കര നല്ലൊരു ക്ലാസ് ആയിരുന്നു കൃഷ്ണകുമാരെ. ശരിക്കും ABC എങ്ങനെയാ ഉണ്ടാക്കിയെന്നപ്പോ ഒരു കമ്പനിയിൽ പോയിട്ട് നമുക്ക് ABC ഉണ്ടാക്കുന്നത് കണ്ട ഒരു പ്രതീതിയാണ്. കാണാൻ പറ്റിയില്ല. നമ്മള് ശരിക്കും ടെസ്റ്റിംഗ് പോകാൻ പറ്റില്ല. കൊറോണ ഒക്കെ അത് കാരണം എവിടെയും പോകാനൊന്നും പറ്റിയിട്ടില്ല. അല്ല, നമുക്കിപ്പോ ഒരു കണ്ട പ്രതീതി ഉണ്ടായി. ഒരു ഫാക്ടറി ചെന്നിട്ടേ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു പ്രതീതി ഉണ്ടായി താങ്കളുടെ ക്ലാസ്. സാറേ കേൾക്കാവോ? കേൾക്കാൻ സാറേ, പറഞ്ഞോളൂ. ഹലോ.
ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. നമുക്കിപ്പോ HTABC ഡ്രോ ചെയ്തെടുത്ത് നമുക്ക് വരുന്ന ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് ഇപ്പോ ഹലോ പിന്നെ ബാക്ക് ഓൺ കണ്ടക്ടർ വലിച്ചതിന്റെ തൊട്ട് താഴെയാണ് നമ്മൾ വലിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ മുകളിലെ ലൈനിൽ സ്പാർക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്പാർക്കിംഗ് കേബിളിലേക്ക് ഡാമേജ് ആകുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? അതായത് നമ്മൾ ABC നമ്മൾ ഓവർഹെഡിൽ അതിന്റെ തൊട്ട് അടിയിലൂടെ നമ്മൾ അതായത് ഒരു ഫീഡർ എക്സ്ട്രാ ആയിട്ട് വലിച്ചു പോവുകയാണല്ലോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോ OH നിൽക്കുകയും ABC നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഓവർഹെഡിന്റെ മേലെ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ മറ്റോ വരുന്ന സമയത്ത് അതിന്റെ സ്പാർക്ക് കേബിളിനെ ഡാമേജ് ആക്കുന്നു. അല്ല അതാ പറഞ്ഞു, അതിന് ചാൻസ് ഉണ്ട്. കാരണം അതിന്റെ ഔട്ടർ ഷീറ്റ് എന്ന് പറയുന്നത് ST2 അല്ലെങ്കിൽ ST7 മെറ്റീരിയലൊക്കെയാണ്. ST2 ആണെങ്കിൽ 70 ഡിഗ്രി സെൽഷ്യസിൽ അത് ഫയർ ചെയ്യും, തീ പിടിക്കും. മറ്റേതാണെങ്കിൽ 90 ഡിഗ്രി വരെ പോകും. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട്, ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് മാറ്റി വെച്ചാൽ നന്നായിരിക്കും. കാരണം മറ്റേ ക്രോസ് ആം വല്ലതും വെച്ചിട്ട് സൈഡിലേക്ക് വല്ലതും സൈഡാം വെച്ചിട്ട് മാറ്റി കഴിഞ്ഞാൽ നേരിട്ട് സ്പാർക്ക് വരാതിരിക്കും. അത് പക്ഷെ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. കാരണം അത് പ്രിവെന്റ് ചെയ്യാൻ വേറെ മാർഗമില്ല. വേറൊരു രീതിയൊന്നും പറയാനില്ലല്ലോ അല്ലെ? അതെ. അല്ല അതാണ് പറഞ്ഞത്. നമ്മളൊരു സൈഡാൻ വെച്ചിട്ട് സൈഡിലേക്ക് സ്ട്രിങ് ചെയ്ത് പോകുകയാണെങ്കിൽ കുറച്ച് ഡാമേജസ് ഒഴിവാക്കാം എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. എല്ലാ ABC ആണെങ്കിൽ അത് നന്നായിരിക്കും. കാരണം നമ്മളിവിടെ ABC ലൈവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്യാതെ തന്നെ 11 kV ABC ലൈവായിട്ട് തന്നെ അതിന് മുകളിൽ ആൾക്കാർ പിടിക്കുകയും ചവിട്ടി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് 31 വലിച്ചിട്ടുള്ളത്. അപ്പം മറ്റേ ABC ആണെങ്കിൽ പ്രശ്നമില്ലാതെ ചെയ്യാം. പക്ഷെ ഇതുപോലെ OH ഒക്കെ ആണെങ്കിൽ സ്പാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നേർസ് ചാൻസ് അത് ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ല സാർ, അത് നമ്മുടെ ഫീൽഡില് ഇപ്പോൾ പ്രാക്ടിക്കലി 1-2 ലൊക്കേഷൻ നമുക്കിപ്പോ ഫോൾട്ട് വന്ന് കയറി ഈ പറഞ്ഞിരിക്കുന്ന OHന്റെ അടിയിൽ നിൽക്കുന്ന സ്ഥലത്ത് മരത്തിന്റെ ഈ ഓലയൊക്കെ വീണ് ആർക്ക് ചെയ്യുമല്ലോ, ഈ ആർക്കിനെ കേബിളിനെ ഡാമേജ് ആക്കുന്നു. നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കാനാവുന്നില്ല. അല്ല അതാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ബെറ്റർ അതൊക്കെ മറ്റേ അതുപോലെ ABC ആക്കുമായിരിക്കും പിന്നെ ഒരു നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓലയൊക്കെ ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഫാൾട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് അടിയിലുള്ള മറ്റേ നമ്മൾ വലിക്കുന്ന പുതിയ ABCക്കും പ്രശ്നമാവും. അപ്പൊ കഴിയുന്നത്ര 11 kV ഒക്കെ ആണെങ്കിൽ ബാക്ക് എൻഡിലേക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും അതും ABCയിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ കൂടെ ബെറ്റർ ആയിരിക്കും. ചെറിയ ഡാമേജസ് ആണെങ്കിൽ നമുക്ക് HT ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് താൽക്കാലികമായിട്ടൊക്കെ അറസ്റ്റ് ചെയ്യാം. അതെ അത് ചെയ്യാം. അതെ, പക്ഷെ അത് കണ്ടിന്യൂസ് ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. സാർ ഇപ്പൊ ഈ ഫോൾട്ടുകള് ഇപ്പൊ നമ്മുടെ ഇവിടെ ഒബ്സർവ് ചെയ്തതേ ഈ ജോയിനിങ്ങിലാണോ അധികം? ജോയിന്റിലാണ് കൂടുതൽ. സ്ട്രേറ്റ് ജോയിന്റിലാണ് ഫോൾട്ട് ഒബ്സർവ് ചെയ്തത്. അതായത് സ്ട്രേറ്റ് ജോയിന്റിന്റെ അടുത്ത് ചില സമയത്ത് നമ്മൾ ലൂപ്പിന് വേണ്ടിയിട്ട് അഡീഷണൽ ബെൻഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബെൻഡും ഈ സ്ട്രേറ്റ് ജോയിന്റും ആ ബെൻഡും കൂടെ തുടങ്ങുന്ന സ്ഥലത്തൊക്കെ ഫോൾട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ഒരു കണ്ടീഷൻ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷനിൽ ധാരാളം ABC വലിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും OH ഈ ഒരു ത്രെറ്റ് നിലനിൽക്കുന്ന കാരണം OH അവിടെ നിലനിർത്തിയിട്ട് ABC വലിക്കുന്നു, ചാർജ് ചെയ്യുന്നു, എന്നാലും OH അവിടെ ഡെഡ് ആയിട്ട് നിലനിർത്തുകയാണ്. എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മീറ്റ് ചെയ്യാനുള്ള അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക്. പക്ഷേ ഈ 11 kVയില് വലിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോൾട്ടേജ് ലെവൽ കുറയുന്നതോറും ABCയുടെ സക്സസ് റേറ്റ് കൂടുകയാണ്. അപ്പൊ 11 kVയില് ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നിടത്തോളം അത്ര വലിയൊരു ഫോൾട്ടുകൾ ചില സ്ഥലത്തേക്ക് ഉണ്ടെങ്കിലും അത്രയ്ക്കൊരു റിലയബിലിറ്റി അങ്ങനെ ബാധിക്കുന്ന തരത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ വോൾട്ടേജ് കൂടുന്നതനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ പോലെ മെക്കാനിക്കൽ സ്ട്രെസ്സോ മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന്റെ സിവിയറിറ്റിയും കൂടും, അതിന്റെ റിലയബിലിറ്റി വളരെ കുറയുകയും ചെയ്യും. ഹൈ വോൾട്ടേജിലേക്ക് വന്നു കഴിഞ്ഞാൽ 33, 66 പോയി കഴിഞ്ഞാൽ അത് വളരെ കുറയുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളൊരു വേറൊരു ഇതിന്റെ ഇപ്പൊ ഒരു ഫോൾട്ട് വരുമ്പോ അതിന്റെ ഒരു എക്സ്പെൻസും ഇപ്പൊ മാൻ പവറും ഒരു എക്സ്പേർട്സിനെ തന്നെ വിളിക്കണം, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോ ഒരുപാട് ടൗൺ സെക്ഷൻസിൽ ഈ പറഞ്ഞ പോലെ ഫെയിലിയർ ജോയിന്റുകളൊക്കെ ഫെയിലിയറെങ്കിൽ തീർച്ചയായിട്ടും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. അല്ലെങ്കിൽ അത് വീണ്ടും ഫെയിലിയറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞില്ല ഈ മറ്റേ ഇതിന്റെയൊക്കെ ഷീറ്റിന്റെ കണ്ടിന്യൂറ്റി ഒക്കെ എൻഷുർ ചെയ്യാനായിട്ട് പലരും ഇതിന്റെ മുകളിൽ വെച്ചിട്ട് വൈൻഡ് ചെയ്ത് അത് ഇങ്ങനെ ഇതുപോലെ ഷാർപ്പ് എഡ്ജൊക്കെ വരുന്നുണ്ട്.
പിന്നെ അല്ലെങ്കിൽ മറ്റേ സ്പ്രിംഗ് ലോഡ് ടൈപ്പ് സാധനമൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പോൾ നന്നായിരിക്കും. കാരണം ഷാർപ്പ് എഡ്ജ് ഇല്ലാത്ത രീതിയിൽ, എസ്പെഷ്യലി മറ്റേ 33 പോവുകയാണെങ്കിൽ ഈ ഷാർപ്പ് എഡ്ജുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള സർഫസ് ഡിഫക്ട്സോ ഒന്നും ഇല്ലാത്ത രീതിയിൽ സ്മൂത്ത് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിനാണ് വർക്ക്മാൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളിങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു സബ് ഡിവിഷൻ ലെവലില്. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ABC ഉള്ള കാരണം ഒരു ടീമിനെ ഇങ്ങനെ കുറച്ച് ടൂൾസ് ഒക്കെ വാങ്ങി ഡെവലപ്പ് ചെയ്ത് എടുക്കണമെന്നൊക്കെ. അത് ആരെങ്കിലും ട്രെയിൻ ചെയ്തെടുത്താൽ വളരെ നന്നായിരിക്കും. നമ്മൾ തന്നെ ആൾക്കാരാണെങ്കിൽ കുറച്ച്, കാരണം മറ്റേതാണെങ്കിൽ സ്പെഷ്യൽ ആൾക്കാർ വരാൻ ചിലപ്പോൾ ഡിലേ വരും, അവരെ കൊണ്ടുവരാനുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ തന്നെ ആൾക്കാർ അത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ജോയിന്റിങ്ങിനൊക്കെ ഉള്ള ഒരു ട്രെയിനിങ് കൊടുത്താൽ നന്നായിരിക്കും. എന്റെ റേക്കമോ അല്ല അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ആൾക്കാരെ വിളിച്ചിട്ടാണെങ്കിൽ ചെയ്താലും നന്നായിരിക്കും. കൃഷ്ണകുമാർ സാറേ, ഈ കവേർഡ് കണ്ടക്ടറും ABC കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏതായിരിക്കും കുറച്ചുകൂടി നല്ല രീതിയിൽ അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടോ? അതല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ അതെ കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈസിന്റെ ഇതില്, അതുപോലെ തന്നെ വർക്കബിലിറ്റി, അതുപോലെ തന്നെ ഈ പറഞ്ഞ പിന്നെ സ്കിൽഡ് മാൻ പവർ, ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കവേർഡ് കണ്ടക്ടറായിട്ടും നമ്മുടെ ABC കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കുക? അതായത് കവേർഡ് കണ്ടക്ടർ ആണെങ്കിൽ നമുക്ക് ഈ ടൗണിലൊക്കെ ഇപ്പം അത് നിങ്ങൾക്ക് അറിയാം, മൂന്ന് ഫേസിന് 3 ഇൻസുലേറ്റർ നമ്മൾ സാധാരണ OH-ലെയും കൊണ്ടുപോകേണ്ടി വരും. ABC ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ 11 kV സൈഡ് ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ABC ആയിരിക്കും, എസ്പെഷ്യലി ടൗണിലൊക്കെ. അതിന്റെ പിന്നെ റേറ്റ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പം ABC 11 kV വലിയ പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷെ കവേർഡ് കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ കോസ്റ്റും ഉണ്ട്. കവേർഡ് കണ്ടക്ടറിന് ABC-യിലൊക്കെ കമ്പയറബിൾ ആയിട്ടുള്ള കോസ്റ്റും ഉണ്ട്. കൂടാതെ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ഒരു സർക്യൂട്ട് കഴിഞ്ഞു ചെയ്യുന്നതിലൊക്കെ ബുദ്ധിമുട്ടാണ്. ടൗണിലൊക്കെ ഇതായിരിക്കും ABC കുറച്ചുകൂടെ നല്ലത്. പക്ഷെ ഈ എസ്പെഷ്യലി ഗ്രാമത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കവേർഡിലേക്ക് പോയാലും കുഴപ്പമുണ്ടാവില്ല. കാരണം അവിടെ ടച്ചിങ്ങിന്റെ പ്രശ്നമൊക്കെ കൂടുതലുള്ളതുകൊണ്ട്, സിംഗിൾ സർക്യൂട്ടൊക്കെ ആയതുകൊണ്ട് അവിടെ കവേർഡിലേക്ക് പോയാലും കുഴപ്പമുണ്ടാവില്ല. ഇതിന്റെ ഒരു അപ്രോക്സിമേറ്റ് ലൈഫ് സ്പാൻ നമ്മുടെ ABC-യുടെ ഈ നമ്മുടെ എൻവയോൺമെന്റില് എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, അങ്ങനെ ലൈഫ് സ്പാനൊക്കെ ഇപ്പൊ എല്ലാ എക്സ്പെരിമെന്റൽ സ്റ്റേജ് ആണ്. ഇപ്പൊ നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് പറയുകയാണെങ്കിൽ 11 kV കുറച്ചുകൂടെ ബെറ്റർ ആണ്. 33 kV ഭയങ്കര പ്രശ്നം തന്നെയാണ്. ലൈഫ് സ്പാൻ വളരെ കുറവാണ്. 11 kV ബെറ്റർ ആണെന്ന് പറയാം. അത് ആ സ്റ്റേജിലേക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. നമുക്ക് ഒരു കൃത്യമായിട്ട് ഇപ്പം UG കേബിളൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് പറയാം. വൺസ് ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ഒരു 3-4 മാസം എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടെങ്കിൽ ഉണ്ടാവും. അതിനുശേഷം എത്രയോ കൊല്ലം വേണമെങ്കിൽ കിടക്കും. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു കേസ് പറയാൻ ഇപ്പൊ ABC-യിലൊന്നും ആയിട്ടില്ല. അല്ല, അതിന്റെ ലൈഫ് സ്പാൻ പറയുന്ന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും സെൻഡിങ് എൻഡിൽ ABC വലിക്കുകയും തുടർന്ന് അങ്ങോട്ട് ഓവർഹെഡ് വലിക്കുകയും ആ ഓവർഹെഡിൽ ഉണ്ടാകുന്ന എല്ലാ ഫോൾട്ടും നമ്മുടെ ഷീത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോഴാണ് ഈ ഷീത്ത് ഡാമേജസ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ABC ലിമിറ്റഡ് ആയിട്ടുള്ള ലെങ്ത്തിൽ നിർത്തിക്കൊണ്ട് ഫോൾട്ട് പരമാവധി കുറയുന്ന രീതിയിലാണെങ്കിൽ ABC നിലനിൽക്കും. അതല്ല ഈ നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാക്ക് ഫീഡ് ചെയ്തിട്ട് ഓവർഹെഡിനെയൊക്കെ ഇതിന്റെ കൂടെ കൊണ്ട് ബാക്ക് ഫീഡ് ചെയ്തിട്ട് കണ്ടമാനം ഫോൾട്ട് കറണ്ട് ഇതിലൂടെ പ്ലാസ് ചെയ്യിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നത്. ഈ 33 kV ABC-യുടെ ഒരു ഇഷ്യൂ വന്നത്, നമ്മുടെ ഷീത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ തിക്നെസ് 0.05 mm ആണ്. അത് 10 kA/s വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല ഒരിക്കലും. അപ്പൊ ആ ഷീത്തിന്റെ തിക്നെസ് നിയർലി 8 ടൈംസോ മറ്റേ ഇൻക്രീസ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് 33ലേക്ക് നമുക്ക് അത്ര റെക്കമെൻഡബിൾ അല്ല. പക്ഷെ 11 kV വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാം, റെസ്ട്രിക്ട് ചെയ്ത് ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ കണ്ടമാനം ഓവർഹെഡ് ലൈനിലേക്ക് ഇത് ബാക്ക് ഫീഡ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നിൽക്കുമെന്ന് തോന്നുന്നു. ഒരു കാര്യം കൂടെ, ആണെങ്കിൽ ഫാൾട്ടിനനുസരിച്ചിട്ട് ഷീറ്റ് തിക്നെസ്സും, അതായത് ഒരു 10 gram ആണെന്നുണ്ടെങ്കിൽ 0.5 mm തിക്നെസ് എങ്കിലും വേണ്ടി വരും. ഈ 0.5 വെച്ചിട്ട് ഇത് പ്രായോഗികമായിട്ട് ബഞ്ച് ചെയ്യാൻ പറ്റുമെന്നും അറിയില്ല. അതുകൊണ്ടാണ് മാനുഫാക്ചേഴ്സ് ഒക്കെ 0.03, 0.45, 0.6 എന്നൊക്കെ പറയുന്നത്. അവർക്ക് ബഞ്ച് ചെയ്യാൻ എളുപ്പമുണ്ട്. പക്ഷെ 0.5 തിക്നെസ് വെച്ച് കഴിഞ്ഞാൽ ഇത് ബഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പ്രായോഗികതയൊന്നും അറിയില്ല. അത് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയത്തുള്ളൂ. സാറേ, ഇതിലേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മള് ABC-യിൽ ഇപ്പൊ ഒരു 3 കിലോമീറ്റർ വലിക്കുകയാണെങ്കിൽ 500 മീറ്റർ കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോയിന്റ് വരുമല്ലോ. അതെ അതെ സാർ അത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ അതിന്റെ കോപ്പർ സ്ട്രിപ്പ്
ഒരു സൈഡ് എർത്ത് ചെയ്യുന്ന സാറ് പറഞ്ഞു. അതെ അതെ. അപ്പൊ ഈ കോപ്പർ സ്ട്രിപ്പ് നമ്മൾ ഒരു സൈഡ് എർത്ത് ചെയ്യുമ്പോൾ ഈ കേബിള് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് അടുത്ത കേബിളിലേക്ക് ജോയിൻ ചെയ്യുന്ന ഈ കോപ്പർ തമ്മിൽ കണക്ട് ചെയ്യപ്പെടണ്ടേ? ഇല്ല 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 ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അപ്പൊ അതായത് ഈ കോപ്പർ സ്ട്രിപ്പിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിനകത്തുള്ള അങ്ങനത്തെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡ് ഇതിനകത്തേക്ക് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ആ ചാർജ് ന്യൂട്രലൈസ് ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ആ 500 മീറ്റർ കഴിഞ്ഞ് എർത്തിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടുത്തെ ചാർജ് കംപ്ലീറ്റ് ന്യൂട്രലൈസ് ചെയ്ത് പോയി. അപ്പൊ അടുത്ത സ്റ്റേജിലേക്ക് അത് വീണ്ടും അടുത്ത 500 മീറ്റർ എർത്തി ചെയ്താൽ മതി. അപ്പൊ അവിടുത്തെ ചാർജ് അവിടെ ന്യൂട്രലൈസ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാല് അത് ചാർജ് കിടന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. കാരണം താഴെ മറ്റേ ഫ്ലോട്ടിങ് ആയി കഴിഞ്ഞാൽ മറ്റേ മീൻസ് എന്തെങ്കിലും അൺഡിഫൈൻഡ് വോൾട്ടേജ് വരാം. അപ്പൊ അതൊക്കെ ഡാമേജ് ചെയ്യാം. പക്ഷെ ഒരു പോയിന്റ് എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ് എർത്തിലേക്ക് പോകും. അവിടെ വോൾട്ടേജ് ഡെവലപ്പും ചെയ്യില്ല. ഹലോ സർ നമസ്കാരം സർ. എർത്തിങ്ങിനെ കുറിച്ചിട്ടൊരു സംശയമാണ്. നമ്മളുടെ ഇത് ഈ മെസ്സഞ്ചർ രണ്ട് എൻഡും എർത്ത് ചെയ്യേണ്ടതുണ്ടോ സർ? പിന്നെ അതുപോലെ തന്നെ ഈ ഷീറ്റ് എർത്ത് ചെയ്തതിൽ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് എർത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കട്ടായി പോയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾക്ക് റിന്യൂ ചെയ്യേണ്ടതുണ്ടോ, ആവശ്യമുണ്ടോ? ഷീറ്റ് കട്ടായി പോയി, എർത്ത് ചെയ്ത് കട്ടായി പോയിട്ടുണ്ടോ? അതെ സാർ, ഒരു സൈഡ് എർത്ത് ചെയ്ത് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്യണം. എവിടെയാന്ന് വെച്ചാൽ അതിന്റെ ഷീറ്റ് നമുക്ക് ലാസ്റ്റ് എൻഡിലായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. മറ്റേ ടെർമിനേഷൻ കിറ്റുന്ന കാണുന്നില്ല, അത് കട്ടായി പോയിരിക്കണം കംപ്ലീറ്റ് ആയിട്ട്. ഇനി അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ രണ്ടാം പ്രാവശ്യം എന്റെ ടെർമിനേഷൻ ചെയ്യണം, കട്ട് ചെയ്തെടുക്കണം. അതെ, കട്ട് ചെയ്തിട്ട് ഷീറ്റ് എക്സ്പോസ് ചെയ്തിട്ട് അവിടുന്ന് വീണ്ടും എർത്ത് ചെയ്യേണ്ടി വരും. പുതുതായിട്ട് എന്റെ ടെർമിനേഷൻ എടുത്തതിന് ശേഷം നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളുടെ ഫീൽഡിൽ അറിയാവുന്നതാണ്. മറ്റേ സൈഡ് ചെയ്താലും മതിയാവും. നിങ്ങൾക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഷീറ്റ് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഡിസ്റ്റൻസ് എത്രയുണ്ട്? ഷീറ്റ് ഇതിനകത്ത് കാണുന്നില്ല. ഞാൻ ദീപക് സാറൊക്കെ കാണിച്ചു കൊടുത്തതാണ് പ്രാവശ്യം നമ്മുടെ പണിക്കരയില്. കംപ്ലീറ്റ് പോയി. അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ തന്നെ കട്ട് ചെയ്തിട്ട് വീണ്ടും അത് ചെയ്യേണ്ടി വരും. എന്റെ തന്നെ കട്ട് ചെയ്തിട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. പിന്നെ വേറെ നമ്മൾ മെസ്സഞ്ചർ രണ്ട് എൻഡ് എർത്ത് ചെയ്യണമെന്ന് സാർ നമ്മൾ നേരത്തെ ചെയ്തില്ല. അതെ, അത് മെസ്സഞ്ചറിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാൾട്ട് ഉണ്ടായി കഴിഞ്ഞാല് ഫാൾട്ട് കറണ്ട് തിരിച്ച് റിട്ടേൺ അതിന്റെ സോഴ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, സബ്സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് രണ്ട് എൻഡ് എർത്ത് ചെയ്യണമെന്ന് പറഞ്ഞത്. അത് കൂടെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ഫാൾട്ട് കറണ്ട് വരുന്നത്. അപ്പൊ രണ്ട് എൻഡ് എർത്ത്, ഇപ്പൊ ഒരു എൻഡ് മാത്രമേ എർത്ത് ചെയ്യുന്നുള്ളൂ. ഒരു എൻഡില് മെഷും ഒരു എൻഡില് ഷീറ്റും ഒരു എൻഡില് മറ്റേ എൻഡില് മെസ്സഞ്ചറുമായിട്ടാണ് നമ്മളിപ്പോ എർത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ല, അതെ, മെസ്സഞ്ചർ രണ്ട് എൻഡിലും എർത്ത് ചെയ്യണം. മെസ്സഞ്ചർ രണ്ട് എൻഡിലും എർത്ത് ചെയ്യണം. നൗഷാദ്, മെസ്സഞ്ചർ രണ്ട് എൻഡിൽ എർത്ത് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് ഷീറ്റ് കൂടെ ഫോൾട്ട് കറണ്ട് പാസ് ചെയ്യാനുള്ള സാധ്യത വരും. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ നമ്മൾ ഈ ചെയ്തതിൽ ചെറിയ ചെറിയ ഡിഫക്ട്സ് പറയുന്നുണ്ട്. അപ്പൊ അതിനിപ്പോ റെക്ടിഫൈ ചെയ്യേണ്ടതായിട്ട് വരുന്നു. നമുക്ക് ഈ ഷീറ്റ് മൊത്തമായിട്ട് കട്ടായി പോയിരിക്കുകയാണ്, ഫോൾട്ടായിട്ട്. സാറ് പറഞ്ഞ ഈ ABC കഴിഞ്ഞ് വായിച്ചിലേക്ക് കൽപ്പാതിഭാഗത്തേക്കൊക്കെ പോയിട്ട് അവിടെ നിന്നുള്ള കറണ്ട് വന്ന് ഒരുപാട് പ്രാവശ്യം ഒരു പ്രാവശ്യം നമുക്ക് തന്നെ പോയി. സാറേ ഇതില് കട്ടായി പോയി. സാറേ ഇതില് ഈ മെസ്സഞ്ചർ എർത്ത് ചെയ്യുന്നു എന്ന് പറയുന്നില്ല. ചില സ്ഥലങ്ങളില് ഈ മെസ്സഞ്ചർ ഇൻസുലേറ്റഡ് മെസ്സഞ്ചർ അത് ഇൻസുലേഷൻ കളഞ്ഞിട്ട് എർത്ത് ചെയ്യുന്ന ലൊക്കേഷനിലുണ്ട്. അത് ചെയ്യരുത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം. ഇൻസുലേറ്റഡ് മെസ്സഞ്ചർ ഓരോ പോസ്റ്റിലും ഇൻസുലേഷൻ കളഞ്ഞിട്ട് അവിടെ എർത്ത് ചെയ്യുന്ന ഒരു രീതി ചില സ്ഥലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയുന്നു. അപ്പോ അതൊരു തെറ്റായ ഒരു ഇൻഫർമേഷൻ അല്ലേ? അതെ, പിയേഴ്സൺ കണക്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് ഭയങ്കര ഇല്ലേ കൃഷ്ണകുമാറെ? ഓരോ പോസ്റ്റിലും മെസ്സഞ്ചർ എർത്ത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, രണ്ട് എൻഡിൽ എർത്ത് ചെയ്താൽ പോരെ? ഇല്ല സാറേ, നമ്മൾ ഓരോ പോസ്റ്റിലും നമ്മൾ കോയിൽ എർത്ത് ചെയ്യുന്നുണ്ട്. ആ കോയിൽ എർത്ത് ചെയ്യുന്നത് മെറ്റാലിക് ഭാഗത്തിനെ കൊണ്ട് എർത്ത് ചെയ്യുന്നുണ്ട്, മെസ്സഞ്ചറിൽ കണക്ട് ചെയ്യുന്നില്ല. അതേ സമയത്ത് ചില സ്ഥലങ്ങളിൽ മെസ്സഞ്ചറിൽ ഇൻസുലേഷൻ അല്ല, ചില സ്ഥലത്ത് മെസ്സഞ്ചറിൽ കണക്ട് ചെയ്ത് എർത്ത് ചെയ്ത് കളയുന്നുണ്ട് സാർ, PSC കണക്ടർ ഉപയോഗിച്ചുകൊണ്ട്.
PSC കണക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. PSC കണക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടെ ഫാൾട്ട് കറന്റ് കയറി കഴിഞ്ഞാൽ ആ പോയിന്റ് ഹീറ്റ് ആയിട്ട് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതെ 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 അതെ, ചില സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാർ ഇപ്പോൾ. അല്ല, അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. രണ്ട് സൈഡിൽ ചെയ്യാണ് നല്ലത്. രണ്ടെൻഡിൽ മാത്രം മെസ്സഞ്ചർ എർത്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ. എല്ലായിടത്തും PSC കണക്ടർ വെച്ചാൽ ഡാമേജ് കൂടുകയുള്ളൂ. കാരണം വേറെ സർക്യൂട്ടും വേറെ പോകുന്നുണ്ടെങ്കിൽ വേറെ പോകുന്നുണ്ടെങ്കിൽ ആ ലൈനിലെ ഫോൾട്ടും എല്ലാം ഇതിൽ കൂടെ കയറി വരും. അപ്പൊ അതുമെല്ലാം കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയുള്ളൂ. ഈ PSC കണക്ടർ ആണെങ്കിൽ അതൊക്കെ കത്തിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഹലോ ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ഇതിന് ഒരു സ്പാൻ ലിമിറ്റേഷൻ ഇല്ലേ? മാക്സിമം 25 മീറ്റർ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്പാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, നമ്മുടെ സാധാരണ മറ്റേ OH കണ്ടക്ടർ ആണെങ്കിൽ വെയിറ്റ് കുറവായതുകൊണ്ട് സ്പാൻ കൂട്ടാം നമുക്ക്. ഇതിന്റെ OH കണ്ടക്ടറിനെക്കാളും വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് യൂഷ്വലി ഒരു 25, 30, ആ മാക്സിമം 40, അതിനപ്പുറത്ത് പോകാറില്ല. അപ്പൊ ആ സ്പാനിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ കൂടാതെ ഈ ഇത് കൂടിക്കഴിഞ്ഞാൽ, സ്പാൻ കൂടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ ടെൻഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഗ് ഒരു പാർട്ടിക്കുലർ സ്പാൻ ആണെങ്കിൽ, ഇപ്പൊ 25 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്റർ ആണെങ്കിലും സാഗ് ഷുഡ് ബി സച്ച് വേ ദാറ്റ് വർക്കിംഗ് ടെൻഷൻ 25% ഓഫ് ദി UTSA സാധാരണ ഇതിനകത്ത് ചെയ്യാറുള്ളൂ ABCയിൽ. ഒന്നും കൂടി ക്ലിയർ ആക്കാമോ? അതായത് സാഗും ടെൻഷനും ആയിട്ടുള്ള ഒരു റിലേഷൻ എന്താ പറഞ്ഞത്? അതായത് നമ്മുടെ ഇതിന്റെ ടെൻഷൻ നേരത്തെ പറഞ്ഞ പോലെ ടെൻഷൻ കൂടി കഴിഞ്ഞ് ചാൻസ് ഈ മെറ്റാലിക് ഷീറ്റിനൊക്കെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിന്റെ ഒരു കമ്പനി അല്ലെങ്കിൽ സപ്ലയർ അല്ലെങ്കിൽ മാനുഫാക്ചർ സ്പെസിഫൈ ചെയ്തിട്ട് ഒരു സാഗ് ഒരു ഇതുണ്ടാവും. അപ്പൊ ആ സാഗില് വരുന്ന രീതിയിലുള്ള സ്പാനെ നമ്മൾ, അത് യൂഷ്വലി എങ്ങനെ വരുന്നത് വെച്ചാൽ 25% ഓഫ് ദി UTS ആയിരിക്കും ഇതിന് വരിക. അപ്പം ആ സ്പാനിനുള്ള മീൻസ് ആ സാഗിനുള്ള ഒരു സ്പാനാണ് നമ്മൾ യൂഷ്വലി കൺസിഡർ ചെയ്യുക. അതായത് 25 മാക്സിമം, അതുകൊണ്ടാണ് 25, 30 ആ റേഞ്ചിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം സബ്സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു 1 കിലോമീറ്റർ ABC ആണ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും അത് നമ്മള് മെസ്സഞ്ചർ രണ്ട് എൻഡില് മാത്രം എർത്ത് ചെയ്താൽ മതി എന്ന് തന്നെയാണോ അഡ്വൈസ് ചെയ്യുന്നത് മാനുഫാക്ചററും? അതെ 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 അതെ, ബെറ്റർ അതാണ്. രണ്ട് സൈഡില് എത്തിയാണ് നല്ലത്. ഓക്കെ, ഇടയ്ക്ക് എനിക്ക് നെറ്റ് കണക്ടിവിറ്റിക്ക് ഒരു ഇന്ററപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷെ ആൻസർ ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഒരു ക്വിക്ക് ആയിട്ട് നമ്മുടെ UGയും ABCയും അതുപോലെ തന്നെ കവേർഡ് കണ്ടക്ടറും 11 kVയില് ഒരു കോസ്റ്റ് കമ്പാരിസൺ ഒന്ന് പെട്ടെന്ന് പറയാൻ കഴിയുമോ, ഒരു ലേമാൻ അറിയുന്ന വിധത്തില്? അല്ല, ഓക്കെ, കോസ്റ്റ് കമ്പാരിസൺ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ അത് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ മറ്റേ സിറ്റിയുടെ സെന്ററിലൊക്കെ ആണെങ്കിൽ, സിറ്റിയിലൊക്കെ ആണെങ്കിൽ UG കേബിള് വളരെ കോസ്റ്റ്ലി തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ HTD മെത്തേഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് തന്നെ വളരെയധികം എമൗണ്ട് വരും. അപ്പൊ അതുകൊണ്ട് ഈ സിറ്റീസിലും ഒക്കെ ABC ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പക്ഷെ വൺസ് സിറ്റി അല്ലാതെ ചെയ്യുവാണെങ്കിൽ, ഈ ഗ്രാമപ്രദേശത്തൊക്കെ ആണെങ്കിൽ കവേർഡ് കണ്ടക്ടർ കമ്പയറബിൾ ആയിരിക്കും. കാരണം അവിടെ ട്രിപ്പിംഗ് ഒക്കെ കുറയും. അപ്പൊ അതിന്റെ കോസ്റ്റ് പക്ഷേ ABC ആണെങ്കിലും കവേർഡ് ആണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആണ് കോസ്റ്റുകൾ. പക്ഷെ അണ്ടർഗ്രൗണ്ട് ആണെങ്കിൽ, സിറ്റീസിലൊക്കെ ആണെങ്കിൽ അത് കേബിളിന്റെ കോസ്റ്റ് കൂടാതെ ഈ ഡയറക്ട് ഡയറക്ട് ലിങ്കിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മീറ്ററിനൊക്കെ 2000, 3000 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ലേഖ. ഹലോ, സാറാ, ഇനി ആർക്കെങ്കിലും ഹലോ. സംശയമുണ്ടെങ്കിൽ? ഹലോ ലേഖ, സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു നന്ദി പറഞ്ഞിട്ട് നന്ദി. നമുക്കത് wind up ചെയ്യാം. അതെ അതെ, രാംരാജ് സാർ. ശരി, ഓക്കെ. അപ്പൊ ഇന്നത്തെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് നന്ദി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ പാലക്കാട് PMEയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള രാംരാജ് സാറിനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കൃഷ്ണദാസ് സർ, പ്രസാദ് മാത്യു സർ,
അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ക്ലാസ് അവതരിപ്പിച്ച ഷോമാർ സാർ, അദ്ദേഹത്തിനെ സഹായിച്ച ദീപക്, അതുപോലെ തന്നെ ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തികച്ചും കാലിക പ്രധാനമുള്ള ഒരു വിഷയമാണ്. പാലക്കാട് ജില്ലാ കമ്മിറ്റി രണ്ടാമത്തെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയും CDP കമ്മിറ്റിയും രണ്ടാമത്തെ ക്ലാസ്സിലും എടുത്തു വന്നിരിക്കുന്നത്. നമ്മൾ 18-ാം തീയതി ഒരു ക്ലാസ് നടത്തി. അതിനുശേഷം വളരെ ചുരുങ്ങിയ ഒരു സ്പാനിലാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് ഡിസൈഡ് ചെയ്തത്. സബ്ജക്ട് ഡിസൈഡ് ചെയ്തപ്പോൾ തന്നെ ഇത് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും ലഭ്യമായിട്ടുള്ള നല്ല ഫാക്കൽറ്റി എന്ന് പറയുന്നത് കൃഷ്ണകുമാർ സാർ തന്നെയായിരുന്നു. കാരണം ഇത്രയും വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആരും പാലക്കാട് ഈ ABC കേബിൾ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ക്ലാസ് അവതരിപ്പിച്ചപ്പോഴും അത് ഏറ്റവും നല്ല രീതിയിലായിരുന്നു. കൃഷ്ണദാസ് സാർ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു മാനുഫാക്ചറിങ് മുതൽ നമ്മളൊരു ഫാക്ടറി വിസിറ്റ് ചെയ്ത അനുഭവമായിരുന്നു അതിന്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞപ്പോൾ. അതുപോലെ തന്നെ ലേയിങ്ങിന്റെ സമയത്തുള്ള കാര്യങ്ങളും തുടർന്നുള്ള കാര്യങ്ങളും എല്ലാം വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുകയുണ്ടായി. PMEന്റെ വർക്കുകൾക്കെല്ലാം ഇനി അടുത്തതായിട്ട് മേജർ ക്രൈറ്റീരിയ വരുന്നത് ഈ HTABC ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആൾറെഡി നമ്മുടെ ടൗണിൽ കുറെ സ്ഥലത്തുണ്ട്. ഇതെല്ലാവർക്കും ഇത് ഒരു പുതിയ കാര്യമായതിനാൽ എല്ലാവർക്കും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അത് നമ്മുടെ ഫീൽഡിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും വളരെ സഹായകരമായ രീതിയിലാണ് കൃഷ്ണകുമാർ സാർ ക്ലാസ് എടുത്തത്. കൃഷ്ണകുമാർ സാറിന് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പേരിലും CDPTയുടെ കമ്മിറ്റിയിലും ഇതിന്റെ പേരിലും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോരുത്തരുടെ പേരിലും അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ വിഷയം അവതരിച്ച് സംസാരിച്ചത് ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് സാറാണ്. വളരെ തിരക്കുണ്ടായിട്ടും നമ്മളുടെ പരിപാടിയിലെല്ലാം ഓർഗനൈസ് ചെയ്യുന്നതിനും അതിനെല്ലാം എത്തി നമുക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് ഈ ടോപ്പിക് എനിക്ക് സെലക്ട് ചെയ്തതിലും വളരെ നിർണായകമായ പങ്കുവഹിച്ചത് സാറാണ്. ഇത്തരം ഒരു ക്ലാസ് അവതരിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത് നമ്മോടൊപ്പം നിൽക്കുന്ന ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയുടെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ പങ്കെടുക്കുന്ന ആളാണ് പ്രസാദ് മാത്യു സാറ്. ഈ ക്ലാസ്സിലും സാറുണ്ടായിരുന്നു. സാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ദീപക് കൃഷ്ണകുമാർ സാറുടെ ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും സ്ലൈഡ് പ്രസന്റേഷൻ, അതുപോലെ തന്നെ ഹോസ്റ്റിംഗ്, സ്ലൈഡ് പ്രിപ്പറേഷൻ, എല്ലാ കാര്യത്തിലും, അതുപോലെ തന്നെ കൃഷ്ണകുമാർ സാറുടെ ഒപ്പം എല്ലാ കൺസ്ട്രക്ഷനിലും ദീപക്കും ഉണ്ട്. നമുക്ക് കാണാൻ ടൗണില്. അദ്ദേഹത്തിനും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ഇതിന്റെ നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് ഈ പങ്കെടുത്ത ഓരോരുത്തർ തന്നെയാണ്. നമുക്ക് ഈ ഫീൽഡിൽ ഇംപ്ലിമെന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ പരിപാടിയുടെ വിജയം. ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ക്ലാസ് ചെയ്തോളൂ. ശരി. ക്ലാസ്